അതായത് ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരാമീറ്റേഴ്സ് ഓഫ് ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് ആണ്. KWA ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ ഒരു ടോപ്പിക്കാണിത്. നമ്മൾ ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻറ്റിന് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻസൈംസ് ആവാം, പ്രോട്ടീൻസ് ആവാം, അതേപോലെ ഹോർമോൺസ് ആവാം. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിയുമ്പം അതിന്റെ ലെവൽ നോക്കിയിട്ട്, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സിന്റെ കാര്യവും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചില സബ്സ്റ്റൻസിന്റെ നമ്മളെ ബോഡിക്കകത്തുള്ള ചില കമ്പോണൻസിന്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസെൻട്രേഷൻ നോർമലിൽ നിന്ന് വാരി ചെയ്യും. അതായത് കൂടുതലാവാം, കുറയാവാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പം അത് വെച്ചിട്ട് അതിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിസീസ് ഏതാണ് ഡിസീസ് എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതായത് നമ്മളെ ബോഡിക്കകത്ത് നോർമലി ഒരു ലെവലിൽ കണ്ടു വരുന്നുണ്ടാവും. എൻസൈംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോട്ടീൻസ് ആയിക്കോട്ടെ, ഹോർമോൺസ് ആയിക്കോട്ടെ, അത് നോർമൽ ലെവലിൽ പ്രസന്റ് ആയിരിക്കും. ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിലും ഒക്കെ ഒരു നോർമൽ ലെവൽ ഉണ്ടാവും, ഒരു നോർമൽ റേഞ്ച് ഉണ്ടാവും. ആ റേഞ്ചിനകത്തുനിന്ന് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മളെ ബോഡി അൺഹെൽത്തി ആകുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസോ ഒരു അബ്നോർമൽ കണ്ടീഷൻ, ഒരു അബ്നോർമാലിറ്റി വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ലെവൽ വെച്ചിട്ട്, അതായത് ഈ ചേഞ്ച് വന്നിട്ടുണ്ടാവുമല്ലോ, കൂടുതലോ കുറവോ ആയിട്ടുണ്ടാവുമല്ലോ, ആ കൂടുതലാണോ കുറവാണോ നോക്കിയിട്ട് നമുക്ക് ഡിസീസസിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ടെസ്റ്റുകളുടെ ഒക്കെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടി ഈ ടെസ്റ്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ നോർമൽ റേഞ്ച്, അവരെങ്ങനെ നമ്മൾക്ക് ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സീറം ഇലക്ട്രോലൈറ്റ്സ്, മെയിൻ ആയിട്ട് നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ ബോഡിക്കകത്തുള്ള അയോൺസ് ആണ്. പോസിറ്റീവ്ലി അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ്, അതായത് ചാർജ് ഉള്ള സബ്സ്റ്റൻസ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയും. അവർക്കൊരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സിനെ നെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സീറത്തിലുള്ള ബോഡിയിൽ നമ്മളെ ബ്ലഡിന് നമ്മൾ സീറം എന്ന് കേട്ടിട്ടില്ലേ, ആ സീറത്തിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ആണ് സോഡിയം, പൊട്ടാഷ്യം. ഇതല്ലാണ്ട് ഇലക്ട്രോലൈറ്റ്സ് വേറെ പ്രസന്റ് ആണ്, പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ബോഡിക്കകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് സോഡിയം ആൻഡ് പൊട്ടാഷ്യം ആണ്. അപ്പോൾ അതിന്റെ ലെവൽസ് വെച്ചിട്ട് നോർമൽ വാല്യൂ, അതുപോലെ തന്നെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ റേഞ്ച്, ഏതൊരു റേഞ്ചിലായിരിക്കാം സോഡിയം ആൻഡ് പൊട്ടാഷ്യം പ്രസന്റ് ആവേണ്ടത്, ഏത് ലെവൽ വരെയൊക്കെ പോകാൻ പറ്റും, അതായത് മിനിമം എത്ര, മാക്സിമം എത്ര നോക്കും. അതിനുശേഷം സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് സോഡിയം കുറയാം, അത് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ ഡിസീസ് ഡയഗ്നോസിസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ കാർഡിയാക് മാർക്കേഴ്സ് ആണ്. കാർഡിയാക് മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും ഡിസോർഡേഴ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ ഹാർട്ട് അൺഹെൽത്തി ആവുമ്പം, സ്ട്രെസ്ഡ് ഒക്കെ ആവുന്ന ടൈമിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യണേ, അല്ലെങ്കിൽ ആ ടൈമിൽ മാത്രം കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കാണുന്ന സബ്സ്റ്റൻസ്, അതിനെയാണ് നമ്മൾ കാർഡിയക് മാർക്കേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ഇന്നത്തെ ടോപ്പിക്സിനെ കുറിച്ചിട്ട് ഒരു ഓവറോൾ ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് പറയുന്നത്. പിന്നെ ട്യൂമർ മാർക്കേഴ്സ് ആണ്. ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ അടുത്ത് മാത്രം കൂടുതൽ കോൺസെൻട്രേഷനിൽ കണ്ടുവരുന്ന സബ്സ്റ്റൻസ് ആണ്, അതിനെയാണ് ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. അതും നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് കുറച്ച് ക്ലിനിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ് ആൻഡ് എൻസൈംസ് ആണ്. നമ്മൾ ഈ ഹോർമോൺസിന്റെ എൻസൈംസിന്റെ ഒക്കെ നോർമൽ ലെവലും അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഡിസീസ് ഡയഗ്നോസിസ് പോസിബിൾ ആയിട്ടുള്ളത് എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സീറം ഇലക്ട്രോലൈറ്റ്സ് ആയിട്ടുള്ള സോഡിയം ആൻഡ് പൊട്ടാഷ്യം, അവരുടെ നോർമൽ വാല്യൂ, അതുപോലെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് സോഡിയത്തിന്റെ കാര്യമാണ്. അപ്പോൾ സോഡിയം നോർമലി നമ്മൾക്ക് നമ്മളെ ബോഡിക്കകത്ത് ഒരു 135 to 145 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ പ്രസന്റ് ആവാൻ പറ്റും. എന്താണ് മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഇക്വലന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സോഡിയം അയോൺ ആണ്. ഓക്കെ, ഒരൊറ്റ സോഡിയം അയോണിനെയാണ് നമ്മൾ പറയുന്നത് ഒരു മില്ലി ഇക്വലന്റ് എന്ന്. ഓക്കെ, അപ്പോൾ ഒരു ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു സോഡിയം അയോൺ മാത്രം നിൽക്കുന്ന ടൈമിൽ നമ്മൾക്ക് അതിനെ ഒരു ഇക്വലന്റ് എന്ന് പറയാം.
ഒരു മില്ലി ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സോഡിയം അയോണിന്റെ 1000ൽ ഒരു ഭാഗം 1/1000 ഓഫ് 1 ഇക്വലന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് 1 മില്ലി ഇക്വലന്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇനി നമ്മൾ എപ്പോഴും ഓർക്കേണ്ട രണ്ട് ടേംസ് ആണ്. ഒന്ന് ഹൈപ്പോ ആണ്, ഒന്ന് ഹൈപ്പർ ആണ്. ഓക്കെ, ഒന്ന് ഹൈപ്പോ ഉണ്ട്, പിന്നെ ഒരെണ്ണം ഹൈപ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് എന്താണ് ഇപ്പം നോക്കാനുള്ളത്? ഹൈപ്പോ കണ്ടില്ലേ, ഹൈപ്പോയുണ്ട്, അതേപോലെ തന്നെ ഹൈപ്പർ നമ്മൾക്ക് പറയാം. ഓക്കെ, ഹൈപ്പോനാട്രീമിയ. ഓക്കെ, ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൂടുതൽ എന്നാണ് മീനിങ്. ഓക്കെ, നാട്രീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു സോഡിയം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നാട്രീമിയ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹൈപ്പോനാട്രീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയത്തിന്റെ എമൗണ്ട് നോർമലിനേക്കാളും കുറയുന്ന കേസാണ്. അതായത് നമ്മൾ പറഞ്ഞു മിനിമം വാല്യൂ നമുക്കൊരു 135 വരെ വേണം, 135 മില്ലി ഇക്വലൻസ് വരെ ആവാം. അതായത് അത്ര മിനിമം ആയിട്ടും വേണം. പിന്നെ അതിലും കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും, നമ്മുടെ ബോഡിക്ക് ഇഷ്യൂസ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അത്. ഓക്കെ, സോ അപ്പൊ എന്തൊക്കെയാണ് ഇതിന് കാരണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഈ ഒരു ഹൈപ്പോനാട്രീമിയക്ക് കാരണമാവുന്നത് നോക്കാം. എക്സസീവ് ഫ്ലൂയിഡ് ഇൻടേക്ക് ആണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സസീവ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഇൻടേക്ക് ആണ്. പോളിഡിപ്സിയ എന്നാണ് അതിനകത്ത് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഓവറായിട്ട് വെള്ളം കുടിക്കുക. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും നോർമലി വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കുന്ന ബോഡിക്ക് നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. പക്ഷെ നമ്മൾ ഓവറായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിഡിപ്സിയ. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിഡിപ്സിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓവറായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓവറായിട്ട് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോൺസെൻട്രേഷനിലാണ് അതിനകത്ത് പ്രശ്നം വരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അയോൺസും, അതായത് നമ്മുടെ ബോഡിക്കകത്തുള്ള ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയോൺസ് ആണല്ലോ. അതായത് സോഡിയം പൊട്ടാഷ്യം ഒക്കെ ഇലക്ട്രോലൈറ്റ്സ് ആണ്, അയോൺസ് ആണ്. ഇവരും വാട്ടറും ഒരു ബാലൻസ് ഫോം ചെയ്തിട്ടാണ് ഉള്ളത്. ആ ഒരു ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓവറായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഡൈല്യൂട്ടഡ് ആയിട്ട് പോകും. അതായത് അയോൺസിന്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല, ഒരു ന്യൂട്രൽ ലെവലിലാവില്ല. ഇവിടെ വാട്ടറിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും, അയോൺസിന്റെ കണ്ടന്റ് കുറവായിരിക്കും. ഓക്കെ, ആ ഒരു ടൈമിൽ എന്ത് സംഭവിക്കും? ഹൈപ്പോനാട്രീമിയ. അപ്പൊ സോഡിയത്തിന്റെ അയോൺസ് വാട്ടറിനനുസരിച്ചിട്ട് അയോൺസ് ആബ്സെന്റ് ആയിരിക്കും നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ എന്താണ്, വെള്ളം ഒരു കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു പറഞ്ഞിട്ടുള്ള അളവിൽ മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റൂ. 8 ഗ്ലാസസ് അല്ലെങ്കിൽ 8 ലിറ്റേഴ്സ് പെർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ അങ്ങനെ അത്ര വെള്ളമേ കുടിക്കാൻ പറ്റുള്ളൂ. വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്. അതാണ് പോളിഡിപ്സിയ എന്ന് പറയുന്നത്. അതിപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഉണ്ട്. അതിനകത്ത് ഇതേപോലെ ഈ ഒരു പോളിഡിപ്സിയ ഭയങ്കരമായിട്ട് ദാഹം ഒക്കെ വരും. അപ്പോ അത് കാരണമായിട്ട് അങ്ങനെ സംഭവിക്കാനൊരു സാധ്യത ഉണ്ട്. പിന്നെ വേറൊന്നാണ് SIADH, സിൻഡ്രം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ആന്റി ഡയററ്റിക് ഹോർമോൺ. അതായത് ആന്റി ഡയററ്റിക് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADH എന്ന് പറയും, അല്ലെങ്കിൽ വാസോപ്രസിൻ എന്നും അതിനെ പറയും. അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മളെ കിഡ്നിക്കകത്തുനിന്ന് നമ്മൾക്ക് അറിയാം യൂറിൻ ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാം അല്ലെ. അതായത് യൂറിൻ റിലീസ് ചെയ്യുന്നതിന്റെ മുന്നേ ഒരുപാട് കണ്ടന്റ്സ് തിരിച്ച് നമ്മളെ ബോഡിയിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വാട്ടറും ഇതിന്റെ കൂടെ തന്നെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യണ ഒരു ഹോർമോൺ ആണ് ഈ പറഞ്ഞിട്ടുള്ള ADH ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ADH ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാട്ടർ റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ADH ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വാട്ടർ റീഅബ്സോർപ്ഷൻ നല്ലതായിട്ട് കൂടും. നല്ലതായിട്ട് കൂടിക്കഴിഞ്ഞാൽ യൂറിൻ എന്തായിരിക്കും? ഹൈപ്പർട്ടോണിക് ആയിരിക്കും. അപ്പോൾ ഹൈപ്പോട്ടോണിക് ആൻഡ് ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുണ്ടാവും വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം, കാരണം നമ്മൾക്ക് ഇതൊക്കെ ഇനിയും ആവശ്യമുള്ളതാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഹൈപ്പോട്ടോണിക് ആൻഡ് ഹൈപ്പർട്ടോണിക് അല്ലെങ്കിൽ ഐസോട്ടോണിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമ്മൾ രണ്ട് ഇതെടുക്കുന്നതാണ്. അതായത് നമ്മളിപ്പോൾ 2 ബീക്കറിൽ എടുക്കുന്നു, ഒരു സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ ആകുമ്പോൾ എന്താവും? സോൾവെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സൊല്യൂട്ടും ഉണ്ടാവും. അപ്പം A ആൻഡ് B എന്ന് പറഞ്ഞിട്ടുള്ള 2 ബീക്കേഴ്സിനെയാണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കാം. അപ്പോൾ അതിനകത്ത് സോൾവെന്റ് ഉണ്ട്, സൊല്യൂട്ട് ഉണ്ട്. എക്കകത്തുള്ള സൊല്യൂട്ട് ബിക്കകത്തുള്ള സൊല്യൂട്ടിനെക്കാളും ഒരുപാട് കൂടുതലാണ്. ഓക്കെ, അതായത് എക്കകത്താണ് സൊല്യൂട്ട് കൂടുതൽ, ബിക്കകത്ത് സൊല്യൂട്ട് കുറവാണ്. അതായത് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ ബീക്കർ A ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ ബീക്കർ B എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലുള്ള ആള്
ഹൈപ്പർടോണിക് ആയിരിക്കും. അതായത് മറ്റേ ആളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അതായത് ഈ ഹൈപ്പർടോണിക്കും ഹൈപ്പോട്ടോണിക്കും ഒക്കെ നമ്മൾ പറയുന്നത് എന്താണ്, കമ്പയർ ചെയ്തിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഹൈപ്പർടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് കോൺസെൻട്രേഷൻ കൂടുതലുള്ള ആൾ. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ, എക്കകത്താണ് സോളിഡ് കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുള്ളത്. അപ്പം എ എന്താണ്, ഹൈപ്പർടോണിക് ആണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പർടോണിക് ആയിട്ടുള്ള എ ഉണ്ടല്ലോ, പിന്നെ ബീനെ നമ്മൾക്ക് എന്ത് പറയാം, ഹൈപ്പോട്ടോണിക്. കാരണം അതിനകത്ത് എന്താണ്, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവാണ്. അങ്ങനെ പറയാം. അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു നമ്മൾ പറഞ്ഞു വന്നത് എന്താ, ആന്റി ഡയറക്റ്റിക് ഹോർമോണിന്റെ കാര്യമാണ്. ആന്റി ഡയറക്റ്റിക് ഹോർമോൺ എല്ലാ വാട്ടറിനെയും തിരിച്ച് റീഅബ്സോർബ് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ വാട്ടറിനെയൊക്കെ റീഅബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിനകത്ത് വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും. നേരെ മറിച്ചിട്ട് കമ്പാരിറ്റീവ്ലി അയൺ കണ്ടന്റ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ നമ്മളെ യൂറിൻ ഹൈപ്പർ ടോണിക് ആയിട്ട് മാറും. നമ്മളെ ബോഡിയിലെ ഫ്ലൂയിഡിനെക്കാളും ഹൈപ്പർ ടോണിക് ആയിട്ട് യൂറിൻ മാറും. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അങ്ങനെ വരുമ്പം ബോഡിക്കകത്ത് എന്തായിരിക്കും സംഭവിക്കുക, ഹൈപ്പോട്ടോണിക് കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക. അതായത് അയോൺസ് കുറവായിരിക്കും. അതായത് ഇപ്പോൾ സോഡിയം ആണെങ്കിലും പൊട്ടാഷ്യം ആണെങ്കിലും ഒക്കെ കുറവായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഹൈപ്പോട്ടോണിക് ആൻഡ് ഹൈപ്പർടോണിക് നമ്മൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ അത് ഓർത്ത് വെക്കുക. ഹൈപ്പർടോണിക് എന്ന് പറയുമ്പോൾ സോളിഡ് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, ഹൈപ്പോട്ടോണിക് എന്ന് പറയുമ്പോൾ സോളിഡ് കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അത് നമ്മൾ കമ്പയർ ചെയ്തിട്ടായിരിക്കും എപ്പോഴും പറയുന്നുണ്ടാവുക. ഹൈപ്പർടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റൂ, അല്ലാണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, പിന്നെ നമ്മൾക്ക് പറയാനുള്ളത് ഓക്കെ, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. സോ പിന്നെ നമ്മൾക്ക് പറയാനുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ആന്റി ഡയറക്റ്റിക് ഹോർമോൺ. അപ്പോൾ ആന്റി ഡയറക്റ്റിക് ഹോർമോൺ എന്താ ചെയ്യുന്നത്, വാട്ടർ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ വാട്ടർ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതേപോലെ തന്നെ ഈ ഒരു ഇലക്ട്രോലൈറ്റ്സിന്റെ കോൺസെൻട്രേഷൻ കമ്പാരിറ്റീവ്ലി കുറയും. നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബോഡിനകത്ത് ഹൈപ്പോട്ടോണിക് കണ്ടീഷൻ വരും. അതാണ് ഈ ഒരു ഹൈപ്പോനാട്രീമിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ പറയുന്ന വേറൊരു കാര്യമാണ് നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻ. അതായത് അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ സെയിം കോൺസെൻട്രേഷൻ, അതായത് സോളിഡ് കോൺസെൻട്രേഷൻ സെയിം ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, അതാണ് ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. സെയിം കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഉണ്ടെങ്കിൽ അതാണ്. അപ്പോൾ മറക്കണ്ട, ഹൈപ്പർടോണിക്, ഹൈപ്പർടോണിക് ആൻഡ് ഐസോട്ടോണിക്. ഹൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കേസ് ആണെങ്കിലും കൂടുതലായിരിക്കും. ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഹൈപ്പോട്ടോണിക് എന്ന് പറയുമ്പോൾ വേറെ ഒരാളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഐസോട്ടോണിക് എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഈക്വൽ ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഹൈപ്പോനാട്രീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോഡിയം ബോഡിക്കകത്ത് നോർമൽ റേഞ്ചിനെക്കാളും, അതായത് മിനിമം വേണ്ട റേഞ്ചിനെക്കാളും കുറവായിട്ടാണ് സോഡിയം ബോഡിക്കകത്തുള്ളത് എങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പോനാട്രീമിയ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നീട് അതേപോലെ വേറൊരു കോസാണ്, അതായത് ഹൈപ്പോനാട്രീമിയ സംഭവിക്കാനുള്ള വേറൊരു കോസാണ് ഹാർട്ട് ഫെയിലിയർ, അതേപോലെ സിറോസിസ്, അതായത് ലിവർ ഡാമേജ്, സിറോസിസ് ഉണ്ട്. പിന്നെ റീനൽ ഫെയിലിയർ, നമുക്കറിയാം കിഡ്നിക്ക് ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാലും ഈ ഒരു സോഡിയത്തിന്റെ എമൗണ്ട് ബോഡിക്കകത്ത് കുറയും. പിന്നെ ഡയോററ്റിക്സ് ആണ്. ഡയോററ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിക്കകത്തു നിന്നുള്ള സോൾട്ട്, അതായത് ഇതുപോലുള്ള ഇലക്ട്രോലൈറ്റ്സിനെ എക്സ്പെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഒക്കെയാണ്. അതായത് ഇപ്പോൾ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് സെർട്ടൻ മെഡിക്കേഷൻസ്, അതായത് ഡയററ്റിക്സ് സ്പെസിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്കകത്ത് എക്സസ് ആയിട്ടുള്ള സോൾട്ട് കണ്ടന്റ് പ്രസന്റ് ആണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഡയററ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഡയററ്റിക്സിന്റെ എക്സസീവ് ആയിട്ടുള്ള യൂസേജ് കാരണം, അതായത് നമ്മൾ കൂടുതൽ ഡയററ്റിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള അയോൺസും എല്ലാം പുറത്തു പോകും. അതായത് നമുക്ക് അനാവശ്യമായിട്ടുള്ള അയോൺസിനെ അല്ലെങ്കിൽ സോൾട്ടിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഡയററ്റിക്സ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അത് കാരണമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഈ ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് അയോൺസ് ഒക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈപ്പോട്ടോണിക് കണ്ടീഷൻ അവിടെ വരും. അപ്പൊ ഇത് കാരണമായിട്ട് ഹൈപ്പോനാട്രീമിയ, ഹൈപ്പോകലീമിയ ഒക്കെ സംഭവിക്കും. ഓക്കെ, അതാണ് ഇതിന്റെ കാരണം. അപ്പോൾ കോസസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. പിന്നീട് നമുക്ക് പറഞ്ഞിട്ടുള്ള സിംറ്റംസ്, ഇത് കാരണം ഇനി എന്തൊക്കെ സംഭവിക്കാന്നാണ് നോക്കുന്നത്. നോസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി, നമുക്ക് ഇങ്ങനെ വോമിറ്റ് ചെയ്യാനൊരു ടെൻഡൻസി വരുന്ന ആകെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, മോഷൻ സിക്നസ് എന്നൊക്കെ പറയില്ലേ. നമ്മളിപ്പം കാറിലൊക്കെ പോകുന്ന ടൈമിൽ ചിലപ്പം ചിലർക്ക് ഫോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യൂലേ,
അതൊക്കെ ഏകദേശം ഈ ഒരു നോസിയന്റെ പോലത്തെ ഒരു ഫീലിങ്സ് ആയിരിക്കും. പിന്നെ ഹെഡ് ഏക്ക് വരാം, കൺഫ്യൂഷൻ വരാം. ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ, പ്രായമായ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അവരിങ്ങനെ ഓരോ ഇല്യൂഷൻസ് അല്ലെങ്കിൽ ഹാലൂസിനേഷൻ പോലെയൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാ, അവർക്ക് ഇതാണ് സോഡിയം കുറഞ്ഞിട്ടുണ്ട് ബോഡിക്കകത്ത്, അതുകൊണ്ട് സംഭവിക്കുന്നതാണ് എന്നൊക്കെ പറയില്ലേ. അതൊക്കെ ഇതാണ് ഈ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അതായത് സോഡിയം അതിപ്പം എങ്ങനെയാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സോഡിയം ഈ ഒരു നമ്മളെ നെർവ്സ് ആണല്ലോ ഈ ഒരു ഇമ്പൾസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് നമ്മൾ മുന്നിൽ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താ ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് സോഡിയം. ഇതുപോലത്തെ അതിനൊരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് ഈ ഒരു സിഗ്നൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഇമ്പൾസ് ട്രാൻസ്മിഷനിലൊക്കെ സോഡിയത്തിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ തന്നെയാണുള്ളത്. സോഡിയം നമ്മൾക്ക് ബോഡിക്ക് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അതിനൊന്നാണ് ഈ ഒരു നമ്മളെ ഒരു നെർവസ് സിസ്റ്റത്തിനായിട്ട് ഉള്ളൊരു ടൈപ്പ് സോഡിയത്തിനുണ്ട്. അപ്പൊ അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, സോഡിയം ആവശ്യത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പല നെർവ്സ് ഒന്നും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യൂല. അത് കാരണമായിട്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഇത് വന്നപ്പം അതിന്റെ കൂട്ടത്തിൽ ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സീഷേഴ്സ് വരാം, അതായത് നമുക്ക് സഡൻ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്രെയിനകത്ത് ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് വരും. അതും ഇത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ ന്യൂറോൺസിനും നെർവസ് സിസ്റ്റത്തിനും ഒക്കെ സോഡിയം വളരെ ആവശ്യമായിട്ടുള്ളൊരു ആളാണ്. അപ്പൊ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു നെർവ്സിനൊക്കെ ബാധിക്കും. അത് കാരണമായിട്ട് നമ്മൾക്ക് ബ്രെയിനകത്തൊരു ഇലക്ട്രിക് ഡിസ്റ്റർബൻസ് വരും. അതായത് പ്രോപ്പർ ആയിട്ടുള്ള സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ഒന്നും നടക്കാണ്ടായിട്ട് അവസാനം നമ്മളെ ബ്രെയിൻ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അതാണ് കോമ എന്ന് പറഞ്ഞിട്ടുള്ളത്. സിവിയർ കേസിലാണ് കോമ കണ്ടുവരുന്നത്. അതായത് നമ്മൾ പിന്നെ നമ്മൾ കോമയിലായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഒന്നും ഓർമ്മ ഇല്ലാതെ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരുന്നത് അത് ഏറ്റവും എക്സ്ട്രീം കേസാണ്. സോഡിയം വളരെ കുറഞ്ഞു കഴിഞ്ഞാലാണ് ലാസ്റ്റ് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് സോഡിയം കുറഞ്ഞ് ലാസ്റ്റ് കോമ വരെ പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മാനേജ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ പ്രശ്നങ്ങൾ എന്താന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിനെ ട്രീറ്റ് ചെയ്താൽ മതി. നമ്മൾ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ, അതായത് വാട്ടർ കുടിക്കുന്നത് കുറക്കുക, വെള്ളം കുടിക്കുന്നത് കുറയ്ക്കണം. അതുപോലെ തന്നെ പലതിനും പല കേസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ അതിനനുസരിച്ച് ഓരോ കേസും, ഇപ്പം സിറോസിസ് ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാം, ഡയററ്റിക്സ് കാരണമായിട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. അങ്ങനെ അതിനനുസരിച്ച് എന്താണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. കാരണം നമ്മൾ പറഞ്ഞു പല കോസസ് ഉണ്ടെന്ന്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് മെയിൻ ആയിട്ട് നമുക്ക് ഹൈപ്പർട്ടോണിക് സലൈൻ കൊടുക്കാവുന്നതാണ്. സിവിയർ കേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ, സൊല്യൂട്ട് കൂടുതലായിട്ടുള്ള ഫ്ലൂയിഡ് ആയിരിക്കും. അതായത് ഇവിടെ സൊല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ്. നമുക്ക് സോഡിയം ആണ് വേണ്ടത്. അപ്പൊ സോഡിയത്തിന്റെ കോൺസെൻട്രേഷൻ കൂടുതലും വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറവുമായിട്ടുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഇനിയൊക്കെ ആയിരിക്കും. ഇപ്പം ബേസിക് ആയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞു പോവാനേ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇപ്പം ഹൈപ്പർട്ടോണിക് എന്താണെന്നറിയാം, ഐസോട്ടോണിക് എന്താണെന്നറിയാം. പിന്നെ ഇപ്പൊ മനസ്സിലായില്ലേ ഈ കോസസ് എങ്ങനെയാണ്, അതുപോലെ സിംറ്റംസ്, പിന്നെ നമ്മൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ബേസിക് ഐഡിയ കിട്ടി. ഓക്കെ, അതുകൊണ്ട് ഇനി ബാക്കിയുള്ളത് ഇനി സിമ്പിൾ ആയിരിക്കും. നമ്മൾക്ക് ജസ്റ്റ് ഇതൊരു എക്സാമ്പിൾ ആക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരു കാര്യം ഹൈപ്പോനാട്രീമിയന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് തറോ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഈ ബാക്കിയുള്ള കുറച്ച് ചേഞ്ചസേ ഉണ്ടാവുള്ളൂ. ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പക്ഷെ അതിന്റെ ഒരു നോർമൽ വാല്യൂ എന്താണ്, കോസസ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അതേപോലെ സിംറ്റംസ് ഡിഫറെന്റ് ആയിരിക്കും, മാനേജ്മെന്റും ഡിഫറെന്റ് ആയിരിക്കും. ആ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ഹൈപ്പർ നാട്രീമിയയിലേക്ക് പോകാം. ഹൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കൂടുതലാവുക, അതായത് സോഡിയം നമ്മുടെ ബോഡിക്കകത്ത് നോർമൽ ലെവലിനേക്കാളും കൂടുന്ന ഒരു കേസാണ് ഹൈപ്പർ നാട്രീമിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ, നമ്മളെ സോഡിയം മാക്സിമം 145 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ വരെ ആവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനേക്കാളും കൂടുതൽ സോഡിയം അയോൺസ് നമ്മുടെ ബോഡിക്കകത്ത് പ്രസന്റ് ആയി കഴിഞ്ഞാലാണ് ഈ പറഞ്ഞിട്ടുള്ള ഹൈപ്പർ നാട്രീമിയ ഉണ്ടാവുന്നത്. ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചായിരിക്കും. ഓക്കെ, ഇവിടെ എന്താ നേരത്തെ അയോൺസ് കുറവാകുന്ന പ്രശ്നമായിരുന്നു, ഇപ്പൊ അയോൺസ് കൂടുതലാവുന്ന പ്രശ്നമാണ്. അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ വരാം, എക്സസീവ് സോൾട്ട് ഇൻടേക്ക്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, അതായത് ഓരോന്നും പറയാം. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുണ്ടാവും അല്ലെ, നമ്മൾ വെള്ളം കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്ത് എന്താ അയോൺസും ഒക്കെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലിരിക്കും ഉണ്ടാവുക. ഇവരെ ഒന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ഉണ്ടാവില്ല. പിന്നെ അതേപോലെ എക്സസീവ് സോൾട്ടിന്റെ നമ്മളടുത്ത് പറയില്ലേ, സോൾട്ട് ഉപ്പ് കഴിച്ചാൽ ബുദ്ധി കുറയും, ഉപ്പ് കഴിക്കരുത് എന്നൊക്കെ പറയില്ലേ, വെറുതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഉപ്പ് കൂടുതൽ കഴിക്കരുത്. അപ്പോ അങ്ങനെയൊക്കെ നമ്മൾ സോൾട്ട് കഴിച്ചു കഴിഞ്ഞാൽ, പക്ഷെ ഇത് നമുക്ക് ആക്ച്വലി നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ കണ്ടില്ലേ ന്യൂറോമസ്കുലർ ഇറിറ്റബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ബുദ്ധി കുറയും. മീൻസ് നമ്മളെ
ഈ സോഡിയം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെ നെർവസ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഒരാളാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അതായത് നമ്മള് കറക്റ്റ് ആയിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റി ഒക്കെ കുറയും. കാരണം അതൊക്കെ നമ്മളെ നെർവസ് സിസ്റ്റം ആണല്ലോ ചെയ്യുന്നത്. നമ്മളെ ചിന്ത അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഓർക്കുന്നതൊക്കെ നെർവസ് സിസ്റ്റം ഉണ്ടായതുകൊണ്ട് ആണല്ലോ നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ സോൾട്ട് എക്സസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാല് സോഡിയത്തിന്റെ കണ്ടന്റ് കൂടും, നമുക്ക് ഹൈപ്പർ നാട്രീമിയ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും. അപ്പൊ നമുക്ക് ചെയ്യുന്നതും പറയുന്നതും ഒന്നും കറക്റ്റ് ആവാതെ ഒരു കൺഫ്യൂഷൻ പോലെ നമുക്ക് വരും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് എന്താണ്, ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധി കുറയുന്നുള്ള പറയാൻ കാരണം അതാണ്. അപ്പം ബേസിക്കലി അതിനകത്തൊക്കെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്. അവരിതൊന്നും അറിഞ്ഞിട്ടല്ലേ പറയുന്നത്, എങ്കിലും അതിനകത്തൊരു സയന്റിഫിക് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നു, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഡയബറ്റിസ് ആണ്. ഒരു പോളിഡിപ്സിയ പോളിയൂറിയ ഒക്കെ നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നും. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഹൈപ്പോനാട്രീമി അല്ലേ ഉണ്ടാവേണ്ടതെന്ന്. പക്ഷെ അതേപോലെ തന്നെ പോളിയൂറിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനും ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അതായത് നമ്മളെ യൂറിൻ ഹൈപ്പോട്ടോണിക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, യൂറിനകത്ത് അയോൺസ് ആവശ്യത്തിന് പുറത്തു പോയില്ല. നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, വെള്ളം അതുപോലെ അങ്ങനെ പോകും. പക്ഷെ ഈ അയോൺസ് എല്ലാം ബോഡിക്കകത്ത് തന്നെ നിൽക്കും. അപ്പം യൂറിനകത്ത് അയോൺസ് ഉണ്ടാവില്ല, അതായത് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവില്ല. അപ്പൊ ഇലക്ട്രോലൈറ്റ്സ് ബോഡിക്കകത്ത് തന്നെ ഉണ്ടാവും. വാട്ടർ കണ്ടന്റ് ആണെങ്കിൽ നല്ല വാട്ടർ ലോസ് ആയിരിക്കും. പോളിയൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അതേപോലെ ഹെവി ആയിട്ടുള്ള യൂറിനേഷൻ ആണ്. അപ്പൊ അത് കാരണം വാട്ടർ കണ്ടന്റ് പുറത്ത് പോവുകയും ചെയ്യും, അയോൺസ് ഇവിടെ തന്നെ ഉണ്ടാവും ചെയ്യും, ബോഡിക്കകത്ത് ഉണ്ടാവും. അത് കാരണമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഹൈപ്പർ നാട്രീമിയ വരുന്നത്. പിന്നെ ഹൈപ്പർ ആൽഡോസ്റ്റിറോണിസം, അതായത് ആൽഡോസ്റ്റിറോൺ ഇതേപോലെ തന്നെ ഒരു ഹോർമോൺ ആണ്. ഓക്കെ, അപ്പോൾ ഹോർമോൺ ആയതുകൊണ്ട് ആൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാട്ടർ റീഅബ്സോർപ്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺ ആണ്. ഓക്കെ, അതായത് അല്ല, അയോൺ റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഹോർമോൺ ആണ്. ആൽഡോസ്റ്റിറോൺ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അയോൺ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിന്റെ റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആൽഡോസ്റ്റിറോൺ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ യൂറിനകത്തുള്ള, നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറിനകത്തുനിന്ന് ഇലക്ട്രോലൈറ്റ്സിനെല്ലാം അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണമായിട്ട് എന്ത് സംഭവിക്കും, പിന്നെയും അയോൺ കണ്ടന്റ് ബോഡിക്കകത്ത് കൂടും. ഈ പറഞ്ഞിട്ടുള്ള ഹൈപ്പർ നാട്രീമിയ ആണെങ്കിൽ അത് സംഭവിക്കും. ഓക്കെ, പിന്നെ സിംറ്റംസ് എന്തായിരിക്കും? സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ആണല്ലോ, അതുകൊണ്ട് എന്തായാലും തേഴ്സ്റ്റ്, നല്ല ദാഹം വന്നുകൊണ്ടിരിക്കും. പിന്നെ മ്യൂക്കസ് മെംബ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിന്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്സ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സിനകത്ത്, ഇപ്പം നമ്മളെ റെസ്പിറേറ്ററി ട്രാക്ട്, യൂറിനോജനൈറ്റൽ ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്ട്, ഇവിടെയൊക്കെ ഉള്ള ഒരാളാണ് മ്യൂക്കസ് മെംബ്രെയിൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ, നമ്മളെ പ്രൈമറി ലൈൻ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. പെട്ടെന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഉള്ളതാണ് മ്യൂക്കസ് മെംബ്രെയിൻ. അപ്പൊ മ്യൂക്കസ് മെംബ്രെയിൻ ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് കാരണം വേറെ ഒരുപാട് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും മ്യൂക്കസ് മെംബ്രെയിൻ ഇത് കാരണം ഈ ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഡ്രൈ ആവും. പിന്നെ ന്യൂറോമസ്കുലർ ഇറിറ്റബിലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോൺസിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ മസ്കുലർ സിസ്റ്റത്തിനും നമ്മുടെ ബ്രെയിനിനും ഒക്കെ അഫക്ട് ചെയ്യും. അത് കാരണമായിട്ട് ഒരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. നമുക്ക് ഇങ്ങനെ ഒരു വല്ലായ്മ, അതായത് ഇരിക്കാനും കഴിയില്ല, നടക്കാനും കഴിയില്ല, കിടക്കാനും കഴിയില്ല, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ വരില്ലേ, അതൊക്കെ അത് കാരണം വരും. പിന്നെ ഈ പറഞ്ഞ പോലെ സീഷേഴ്സ് വരും. അത് ബ്രെയിനകത്ത് ഇലക്ട്രിക് പൾസ്, അതായത് ഒരു ഇലക്ട്രിക് വൈബ്രേഷൻ പോലെ ബ്രെയിനകത്ത്, അത് നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരാം. പിന്നെ കോമ വരാൻ ചാൻസ് ഉണ്ട് ഏറ്റവും സിവിയർ കേസസിലൊക്കെ. പിന്നെ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ റീഹൈഡ്രേറ്റ് ചെയ്യുക, മാക്സിമം വെള്ളം കൊടുക്കുക, അതായത് ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള ഫ്ലൂയിഡ്, അയൺ കണ്ടന്റ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിന്റെ സൊല്യൂട്ട് കണ്ടന്റ് കുറവായിട്ടുള്ള, അതായത് ഇലക്ട്രോലൈറ്റ്സ് കണ്ടന്റ് കുറവായിട്ടുള്ള ഫ്ലൂയിഡ്സ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾക്ക് ഇതിനെ സയൻസ് ആൻഡ് സിംറ്റംസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് ഫ്രൈഡ് സോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. F ഫോർ ഫ്ലഷ്ഡ് സ്കിൻ ആൻഡ് ഫീവർ, പിന്നെ R ഫോർ റെസ്റ്റ്ലെസ്, I ഫോർ ഇൻക്രീസ് ബ്ലഡ് പ്രഷർ, E ഫോർ എഡിമ, പെരിഫറൽ ആൻഡ് പിറ്റിംഗ്. അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നിർബന്ധമില്ല, പക്ഷെ ഈ ഒരു സിംറ്റംസ് ഒക്കെ തന്നെ മതിയാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ഡിഗ് ചെയ്യാനുള്ളവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് നമുക്ക് പൊട്ടാഷ്യത്തിന്റെ കാര്യമാണ് പറയാനുള്ളത്. പൊട്ടാഷ്യത്തിന്റെ കാര്യം പറയുമ്പം സെയിം തന്നെയാണ്, അതായത് ഹൈപ്പോ കലീമിയ, ഹൈപ്പർ കലീമിയ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പൊട്ടാഷ്യത്തിന് നമ്മൾ കലീമിയ എന്ന് പറഞ്ഞിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നോർമൽ വാല്യൂ 3.5 to 5.0 മില്ലിക്കലൻസ് പെർ ലിറ്റർ. പിന്നെ ഇതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസിനകത്ത് പറയുന്ന ഒന്നാമത്തെ ആള് ഹൈപ്പോ കലീമിയാണ്. കോസസ് നേരത്തെ പറഞ്ഞ പോലെ ഡയൂററ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളെ ഇലക്ട്രോലൈറ്റ്സിനൊക്കെ റിമൂവ് ചെയ്യാൻ ഉള്ള മെഡിസിൻസ് ഒക്കെയാണ്. പിന്നെ
കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ് ആണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. അതായത് കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആൽഡോസ്റ്റീറോൺ. ആൽഡോസ്റ്റീറോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. അത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് സോഡിയത്തിന്റെ പൊട്ടാസ്യത്തിന്റെ ഒക്കെ റീഅബ്സോർപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഈ കോർട്ടിക്കോസ്റ്റീറോയിഡ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ റീഅബ്സോർപ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കൂല. എല്ലാ ഇലക്ട്രോലൈറ്റ്സും നമ്മുടെ യൂറിന്റെ കൂടെ ബോഡിന്റെ പുറത്ത് പോവും. അത് കാരണമായിട്ട് ഇങ്ങനെ ഹൈപ്പോകലീമിയ വരാം. പിന്നെ വോമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിട്ട് തോന്നും അല്ലെ. അതൊക്കെ ഇതിന് കാരണമായിട്ടാണ്. പിന്നെ ഡയറിയ കാരണമായിട്ട് നമ്മുടെ ബോഡിക്കകത്തു നിന്നുള്ള ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ പുറത്ത് പോവാണല്ലോ, അത് കാരണം ഹൈപ്പോകലീമിയ തരാം. പിന്നെ ഹൈപ്പോ മാഗ്നീസിയമ മാഗ്നീഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെ പൊട്ടാസ്യത്തിന്റെ എമൗണ്ടും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പുവർ ഡയറ്ററി ഇൻടേക്ക്, നമ്മൾ ഡയറ്റിൽ നല്ല ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പൊട്ടാസ്യത്തിന്റെ കുറവ് വരാം. പിന്നെ അതേപോലെ ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസ് ഒക്കെ വീക്ക് ആവും. പിന്നെ ക്രാംസ് വരാം. ക്രാംസ് നമുക്ക് പീരിയഡ് ക്രാംസിന്റെ ഒക്കെ പോലെ തന്നെ മസിൽ ക്രാംസ് ഒക്കെ വരാം. പിന്നെ അരിത്മിയ, നമ്മുടെ ഹാർട്ടിനുള്ള ആർട്ടറീസിനൊക്കെ ബ്ലോക്കേജ് അല്ലെങ്കിൽ അത് കാരണമായിട്ട് ലാസ്റ്റ് ഹാർട്ടിനുള്ള പ്രോബ്ലംസ് ഒക്കെ വരും. പിന്നെ ECG ചേഞ്ച്, ECG എന്ന് പറഞ്ഞാൽ നമുക്കറിയാല്ലേ ഹാർട്ടിന്റെ ലൈക്ക് ഹാർട്ട് ബീറ്റ്സ് രജിസ്റ്റർ ചെയ്യുന്ന ഇതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് വേവ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു ECG ആയിട്ടുണ്ട്. ഇതാണ് P Q R S T, ഇങ്ങനെയാണ് വേവ്സിനെ മാർക്ക് ചെയ്യുക. അതിനകത്ത് T വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ടില്ലേ, കുറച്ചൊരു ഇതായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഒരു ഷാർപ്പ് പോലെ ഉണ്ട്. പക്ഷെ ഇവിടെ ജസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് ഈ ഒരു സംഭവം ഇത് നേരെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് പോകും. ഇങ്ങനെ എന്ത് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഹൈപ്പോകാലിമിയന്റെ കേസിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ വരാം. അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ പൊട്ടാഷ്യം സപ്ലിമെന്റ്സ് കഴിക്കുക, കാരണം പൊട്ടാഷ്യം കുറയുന്നതാണല്ലോ ഹൈപ്പോകാലിമിയന്റെ പ്രശ്നം. സോ നമ്മൾ പൊട്ടാഷ്യം സപ്ലിമെന്റ്സ് കഴിക്കുക. പിന്നെ അതുപോലെ ബേസിക്കലി വേറെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഹൈപ്പർ കലീമിയ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പൊട്ടാഷ്യത്തിന്റെ എമൗണ്ട് ബോഡിക്കകത്ത് കൂടുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇതിന് കാരണം റീനൽ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ. പിന്നെ പൊട്ടാഷ്യം സ്പെയറിംഗ്, അതായത് പൊട്ടാഷ്യത്തിനെ ഒഴിവാക്കിയിട്ടുള്ള ഡയററ്റിക്സ്, ചില ഡയററ്റിക്സ് പൊട്ടാഷ്യത്തിനെ റിമൂവ് ചെയ്യില്ല, വേറെ എല്ലാ അയോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിനെ ഒക്കെ റിമൂവ് ചെയ്യും, അങ്ങനത്തെ കേസസ്. പിന്നെ ACE ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റർ, ആൻജിയോടെൻസിൻ കൺവേർട്ട് ചെയ്യുന്നത്. അതായത് അത് പറയുകയാണെങ്കിൽ RAS സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെ പറയണം. എനിവേ ഞാൻ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ തരാം. റെനിൻ ആൻജിയോടെൻസിൻ അൽഡോസ്റ്റീറോൺ സിസ്റ്റം ആണത്. അതായത് നമ്മൾ ലോ പ്രഷർ അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ, ബ്ലഡിന്റെ വോളിയം കുറയുമ്പോഴൊക്കെ ആണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്കകത്ത്. അപ്പം സോഡിയത്തിന്റെ ഒക്കെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീഅബ്സോർപ്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു എൻസൈം ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റെനിൻ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ആൻജിയോടെൻസിൻ 1, ആൻജിയോടെൻസിൻ 2, ഇവരൊക്കെയാണ് അൽഡോസ്റ്റീറോൺ ഒക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോ ഫസ്റ്റ് റെനിൻ ആണ്. കിഡ്നിക്കകത്ത് നിന്ന് റെനിൻ പ്രൊഡ്യൂസ് ചെയ്യും. റെനിൻ വന്നിട്ട് ആൻജിയോടെൻസിനോജൻ 1 എന്നുള്ള ഒരു എൻസൈം ഉണ്ട്, അതിനെ ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ആക്ടിവേറ്റഡ് ഫോം. ആൻജിയോടെൻസിനോജൻ ഒരു ഇനാക്ടിവേറ്റഡ് ഫോമിലാണ്. അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആളാണ് റെനിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ, സോറി എൻസൈം. അതിനുശേഷം ഈ ആൻജിയോടെൻസിൻ 1 കംപ്ലീറ്റ്ലി ആക്ടിവേറ്റഡ് അല്ല, അതിനകത്ത് ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറണം, എന്നാലേ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സോഡിയത്തിന്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സിന് അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആൻജിയോടെൻസിൻ 2 ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മളെ ലങ്സിനകത്ത് ആൽവിയോളൈ സെൽസിന്, ടൈപ്പ് 2 ആൽവിയോളൈ സെൽസിനകത്തൊക്കെ ആയിട്ടാണ് ഈ ഒരു ACE എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ഉള്ളത്. ACE-നെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഈ ഒരു ബാലൻസ് തെറ്റും. അത് കാരണമായിട്ടാണ് ഹൈപ്പർ കലീമിയ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത്. അതായത് പ്രോപ്പർ ആയിട്ട്
റിമൂവൽ, ഈ ഒരു ഇലക്ട്രോലൈറ്റ്സിന്റെ റിമൂവൽ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അതുകൊണ്ട് പൊട്ടാസ്യം അയൺസിന്റെ ബാലൻസ്, പൊട്ടാസ്യം അയൺസിന്റെ എമൗണ്ട് കൂടും. അത് കാരണമായിട്ട് ഹൈപ്പർ കലീമിയ വരാം. പിന്നെ പറഞ്ഞിട്ടുള്ളതാണ് സെല്ലുലാർ റിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ മയോഗ്ലോബിൻ, മസിൽസിനകത്തുള്ള ഒരു പ്രോട്ടീനാണ് മയോഗ്ലോബിൻ, അത് ബ്രേക്ക് ഡൗൺ ആവുന്ന കേസ്. പിന്നെ ഹീമോലൈസിസ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ബ്ലഡ് സെൽസ് ബ്രേക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഇതിന് ഈ ഒരു ഹൈപ്പർ കലീമിയ അല്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടാൻ കാരണമാണ്. ഓക്കെ. പിന്നെ അഡിസൺസ് ഡിസീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. കോർട്ടിസോൾ ആൻഡ് അൽഡോസ്റ്റിറോണിന്റെ ലെവല് കുറയുക, അതായത് വാട്ടർ റീഅബ്സോർപ്ഷൻ എന്ത് ചെയ്യും, വാട്ടർ റീഅബ്സോർപ്ഷൻ കുറയും. ഓക്കെ, വാട്ടർ അബ്സോർപ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാട്ടർ നമ്മുടെ ബോഡിക്കകത്ത് നിന്ന് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റ്സിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയൂല, ഇലക്ട്രോലൈറ്റ്സിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാവും. പിന്നീട് ഇതിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് മസിൽ വീക്ക്നെസ് ആണ്, പാരാലിസിസ്, തളർച്ച. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ അരിത്മിയ ഉണ്ട്, ഇ സി ജിയിലുള്ള ചേഞ്ചസ് ഉണ്ട്. നേരത്തെ പറഞ്ഞത് ടി വേവ് എന്തായിരുന്നു, ഫ്ലാറ്റ് ആയിട്ട് മാറുന്ന. ഇത് ടി വേവ് ഒന്നുകൂടി എന്താണ് പീക്ക് ചെയ്യും. ക്യു ആർ എസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നേരത്തെ കാണിച്ചു തന്നല്ലോ, അത് കുറച്ചുകൂടി പോയിന്റഡ് ആയിരുന്നു അല്ലെ. അപ്പം അത് വൈഡൻ ചെയ്യും. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും പോയിന്റഡ് ആയിട്ടുള്ള ക്യു ആർ എസ് വേവാണ് വേണ്ടത്. പക്ഷെ ഈ ഒരു കേസസിൽ, എന്ത് കേസ്, ഹൈപ്പർ കാലീമിയന്റെ കേസിൽ ക്യു ആർ എസ് വൈഡൻഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് നോസിയ, ഫാറ്റിക്, അതൊക്കെ നോർമൽ ആയിട്ടുള്ള കുറച്ച് കേസസ് ആണ്. പിന്നെ ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നാണ്. നമ്മൾ കാൽഷ്യം ഗ്ലൂക്കണൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിൻ യൂസ് ചെയ്യാൻ പറ്റും. കാർഡിയാക് മെംബ്രെയിൻ, നമ്മൾ ഹാർട്ടിന്റെ മെംബ്രെയിനെ സ്റ്റെബിലൈസ് ചെയ്യും. കാരണം ഈ ടി വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹാർട്ടിന്റെ കൺട്രാക്ഷൻ ആണ്. കൺട്രാക്ഷന്റെ ടൈമിലാണ് ടി വേവ്സ് വരുന്നത്. ക്യു ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻട്രിക്കിൾസ്, ഹാർട്ടിന്റെ വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുന്ന ടൈമിലാണ് ടി വേവ്സ് വരുന്നത്. ക്യു ആർ എസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാർട്ട് മൊത്തത്തിൽ കൺട്രാക്ട് ചെയ്യുന്ന ടൈമിലാണ് ക്യു ആർ എസ് വേവ്സ് വരുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കൺട്രാക്ഷൻ റിലാക്സേഷൻ ഒക്കെ അഫക്ട് ചെയ്യും ഹാർട്ടിനെ. എന്ത് കാരണമായിട്ട്, ഹൈപ്പർ കലീമിയ കാരണമായിട്ട്. അതിന് നമ്മളെ ഹാർട്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാൽഷ്യം ഗ്ലൂക്കണൈറ്റ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇൻസുലിൻ വിത്ത് ഗ്ലൂക്കോസ്, ഇൻസുലിൻ വിത്ത് ഗ്ലൂക്കോസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഒരു പൊട്ടാസ്യത്തിന്റെ എമൗണ്ട് കുറെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ബീറ്റ ആഗോണിസ്റ്റ് ഉണ്ട്, അത് പൊട്ടാസ്യത്തിന് എക്സസ് ആയിട്ട് ഉള്ള പൊട്ടാസ്യത്തിനെ കുറച്ച് സെല്ലിലേക്ക് മാറ്റും. സെല്ലിലേക്ക്, നമ്മുടെ ബോഡിയിൽ അങ്ങനെ കിടക്കുന്നതിന് പകരം സെല്ലിലേക്കൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ബീറ്റ ആഗോണിസ്റ്റ്. പിന്നെ ഡയററ്റിക്സ് നമ്മൾ കുറെ പ്രാവശ്യമായി പറയുന്നുണ്ട്. അതായത് നമ്മൾ ബോഡിക്കകത്തുള്ള ഇലക്ട്രോലൈറ്റ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഡയററ്റിക്സിനെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത അയോൺസിനെ, ഇലക്ട്രോലൈറ്റ്സിനൊക്കെ ഏതൊരു ഫ്ലൂയിഡിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. ബേസിക്കലി ഡയാലിസിസിന്റെ പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു സൊല്യൂട്ട് പ്യൂരിഫൈ ചെയ്യണം. അപ്പൊ നമ്മളെ കയ്യിലൊരു ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിനകത്ത് നിന്ന് പൊട്ടാസ്യം അയോൺസിനെ മാത്രം റിമൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം മാത്രം പൊട്ടാസ്യത്തിന് മാത്രം കടന്നു വരാൻ പറ്റുന്ന ഒരു മെംബ്രെയിന് ഫോം ചെയ്യും. എന്നിട്ട് ആ മെംബ്രെയിനുള്ള ഒരു ആ മെംബ്രെയിനകത്ത് നമ്മൾ ഈ ഒരു സൊല്യൂഷനെ വെക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ അടങ്ങിയിട്ടുള്ള മെംബ്രെയിൻ നമ്മളൊരു കവർ ചെയ്തിട്ടുണ്ടാവും, കംപ്ലീറ്റ് ഈ ഒരു മെംബ്രെയിൻ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇതിനെ നമ്മൾ വേറൊരു ഫ്രഷ് വാട്ടർ, അല്ലെങ്കിൽ അതിനോട് ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ എമൗണ്ട് തീരെ ഇല്ലാത്തതോ അല്ലെങ്കിൽ വളരെ കുറവുള്ളതോ ആയിട്ടുള്ള വേറൊരു സൊല്യൂഷനിലേക്ക് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടാസ്യം അയൺസ് എന്തും ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യും. അതായത് ഹൈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്യൂരിഫൈ ചെയ്യേണ്ട സൊല്യൂഷനകത്താണ് ഹൈ കോൺസെൻട്രേഷൻ. അങ്ങനെ വേണം നമ്മൾ സൊല്യൂഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്തുനിന്ന് ലോവർ കോൺസെൻട്രേഷൻ ഓഫ് പൊട്ടാസ്യം അയോൺസ് ഉള്ള സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ രണ്ടും ഐസോട്ടോണിക്, ഇടത്തും രണ്ട് സൊല്യൂഷനിലും ഈക്വൽ എമൗണ്ട് ഓഫ് പൊട്ടാസ്യം അയോൺസ് ആവുന്നത് വരെ ഈ ഒരു മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യും. അതാണ് ഡയാലിസിസിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. പിന്നെ ഡയാലിസിസ് വെച്ചിട്ട് എങ്ങനെയാണ് പൊട്ടാസ്യം അയോൺസിനെ റിമൂവ് ചെയ്യുക ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് കാർഡിയാക് മാർക്കേഴ്സിൽ മൂവ് ചെയ്യാം. ഇതാണ് നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡിലേക്ക് ഇവർ എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്, ഹാർട്ടിന് ഡാമേജ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ വരുന്ന ടൈമിലാണ് ഈ ഒരു കാർഡിയാക് മാർക്കേഴ്സിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ എമൗണ്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, കാർഡിയാക് മാർക്കേഴ്സ് പ്രസന്റ് ആണോ അല്ലെങ്കിൽ നോർമൽ റേഞ്ചിനേക്കാളും കൂടുതലാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ നമ്മൾ ഹാർട്ട് കണ്ടീഷൻസിനെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം, അതേപോലെ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ്, അങ്ങനത്തെ ഈ ഒരു ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഈ രണ്ട് ഡിസീസാണ് മെയിൻ ആയിട്ട്. ഇനി വരുന്ന മാർക്കേഴ്സ് പഠിക്കാനൊക്കെ വളരെ സിമ്പിൾ ആണ്. കാരണം ഏകദേശം എല്ലാ മാർക്കേഴ്സും ഡിറ്റക്ട് ചെയ്യുന്ന ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഡിസീസ് മാത്രമാണ്.
പിന്നെ കാർഡിയക് മാർക്കേഴ്സ് കുറച്ച് സ്പെസിഫിക് ആണ്. ചിലർ ഹാർട്ടിൽ മാത്രം ഉള്ളതാണ്, ചിലർ വേറെ കുറച്ച് ഓർഗൻസിലൊക്കെ പ്രസന്റ് ആണ്. അപ്പൊ സ്പെസിഫിസിറ്റി എങ്ങനെയാണ് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ജസ്റ്റ് നെയിംസ് ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. കാർഡിയക് മാർക്കേഴ്സിന്റെ ഒക്കെ നെയിംസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അല്ലാണ്ട് വേറെ ഡീറ്റെയിൽസ് അധികം പഠിക്കേണ്ട ആവശ്യം ഇല്ല. ആ പേര് കറക്റ്റ് ആയിട്ട് ഒരു പേര് കണ്ടാൽ അത് കാർഡിയക് മാർക്കർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു ഒരു നോളജ് മതി. അതാണ് നമുക്ക് ബേസിക്കലി വേണ്ടത്. പക്ഷെ ഞാൻ പിന്നെ കാർഡിയക് മാർക്കേഴ്സ് മാത്രം പറഞ്ഞിട്ട് നെയിം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വെച്ചത്. ഓക്കെ, അപ്പൊ കോമൺ കാർഡിയാക് മാർക്കേഴ്സ് നമുക്ക് പറയാനുള്ളത് ഒന്ന് ട്രോപ്പോണിൻസ് ആണ്. ട്രോപ്പോണിൻസ് നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടാവും. നമ്മുടെ മസിലിനകത്തൊക്കെ ഉള്ള ഒരു പ്രോട്ടീൻ ആണ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രോപ്പോണിൻസ് ഉണ്ട്. ട്രോപ്പോണിൻ 1, 2, 3, ട്രോപ്പോണിൻ ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മെയിൻ ആയിട്ട് മാർക്കേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രോപ്പോണിൻ ആണ് ട്രോപ്പോണിൻ 1 ആൻഡ് ട്രോപ്പോണിൻ ടി. ഓക്കെ, ഇത് നമ്മൾ മയോകാർഡിയൽ ഇഞ്ചുറിക്ക് ഹൈലി സ്പെസിഫിക് ആണ്. ഓക്കെ, മയോകാർഡിയൽ ഇഞ്ചുറി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് ട്രോപ്പോണിൻ 1 ആൻഡ് ട്രോപ്പോണിൻ ടി. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ട്രോപ്പോണിൻ 1 ആൻഡ് ട്രോപ്പോണിൻ ടി കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ബ്ലഡ് കളക്ട് ചെയ്തിട്ടുള്ള പേഷ്യന്റിന് മയോകാർഡിയൽ ഇഞ്ചുറി ഉണ്ട് എന്നാണ്. ഓക്കെ, ബേസിക്കലി ഇത്രേ ഉള്ളൂ കാർഡിയക് മാർക്കേഴ്സിന്റെ പ്രിൻസിപ്പിളും പർപ്പസും. ഓക്കെ, അപ്പോൾ ഇതിന്റെ നോർമൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ നമ്മൾ ട്രോപ്പോണിൻ 1 ആൻഡ് ട്രോപ്പോണിൻ ടി ടെസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മേ ബി നമുക്കത് കിട്ടില്ല. കാരണം അത് അത്രയും അൺഡിറ്റക്റ്റബിൾ ആണ്, അല്ലെങ്കിൽ അത്രയും ലോ എമൗണ്ടിൽ മാത്രമാണ് പ്രസന്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ എലിവേഷൻ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മയോകാർഡിയൽ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ 3 to 4 hours ആകുമ്പോൾ ഈ ഒരു ട്രോപ്പോണിന്റെ എമൗണ്ട് കൂടാൻ തുടങ്ങും. പിന്നെ മാക്സിമം ട്രോപ്പോണിന്റെ എമൗണ്ട് കിട്ടുന്നത് 12 to 24 hours ആവുന്ന ടൈമിലാണ്. പിന്നെ ഒരു 10 to 4 days അതെങ്ങനെ ഈ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാക്സിമത്തിൽ എത്തിയിട്ട് അതങ്ങനെ അവിടെ തന്നെ നിൽക്കും. പിന്നെ ക്ലിനിക്കലി നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മയോകാർഡിയൽ ഇഞ്ചുറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇത് മെയിൻ ആയിട്ടുള്ള ഒരു ബയോമാർക്കർ ആണ്, ഹൈലി സ്പെസിഫിക് ആണ്. അതുകൊണ്ട് തന്നെ അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, അതായത് നമ്മൾ ഹാർട്ടിനകത്തുള്ള മസിലിന് പരിക്ക് പറ്റുന്ന ഒരു കേസ്, അതാണ് ഈ ഒരു മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. AMI, ഈ AMI ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബയോമാർക്കർ ആണ് ട്രോപ്പോണിൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ സിവിയറിറ്റി, എത്രമാത്രം സിവിയർ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മാർക്കർ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതാണ് ട്രോപ്പോണിൻസിനെ പറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ക്രിയാറ്റിൻ കൈനേസ്, MB. ഓക്കെ, CKMB. ഇത് പറഞ്ഞിട്ടുള്ളത് കാർഡിയാക് ടിഷ്യൂല് സ്പെസിഫിക് ആണ്, പക്ഷെ ട്രോപ്പോണിൻസിന്റെ അത്ര തന്നെ സ്പെസിഫിക് അല്ല. അതായത് ട്രോപ്പോണിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർഡിയാക് ടിഷ്യൂല് മാത്രമേ കണ്ടുവരുന്നുള്ളൂ. പക്ഷെ ക്രിയാറ്റിൻ കൈനേസ് വേറെ ഓർഗൻസിലുണ്ട്, എങ്കിലും കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ളത് കാർഡിയാക് ടിഷ്യൂല് തന്നെയാണ്. ഓക്കെ, ഇതിന്റെ നോർമൽ ലെവൽ ഇതേപോലെ തന്നെ ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ വളരെ കുറവായിരിക്കും. പിന്നെ എലിവേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞ ഒരു 3 to 6 hours ആകുമ്പോൾ ഒന്ന് ഇതിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാവും. അതിനുശേഷം 12 to 24 hours ആകുമ്പോൾ ഏറ്റവും മാക്സിമത്തിൽ വരും. പക്ഷെ ഇവർ തിരിച്ച് നോർമൽ ആവുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വരുന്ന മാർക്കർ ആയിട്ടുള്ള ട്രോപ്പോണിൻസ് എന്താണ്, അവരൊരിക്കലും നോർമൽ ലെവലിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. 10 to 14 days എലിവേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഇവര് ഈ ക്രിയാറ്റിൻ കൈനേസ് അങ്ങനെയല്ല. അവര് 48 to 72 hours കഴിഞ്ഞാൽ നോർമൽ ലെവൽ എത്രയാണെന്നോ ആ ഒരു ലെവലിലേക്ക് ഇവർ വരും. ഓക്കെ, പിന്നെ ഇതിന്റെ ക്ലിനിക്കൽ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അക്യൂട്ട് ആൻഡ് ക്രോണിക്കിന്റെ ഡിഫറൻസ് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഡിസോർഡേഴ്സ്, അതായത് ഇപ്പം ഹാർട്ടിന്റെ മസിൽസിന്റെ ഡാമേജ് ആണെങ്കിലും ഡിസോർഡർ ആണെങ്കിലും അതൊക്കെ കുറഞ്ഞ രീതിയിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അക്യൂട്ട് എന്ന് പറയും. ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലുള്ള ഈ ഒരു ഡിസീസ്, അല്ലെങ്കിൽ ഡിസീസ് കുറച്ചുകൂടി പ്രോഗ്രസ്ഡ് ആയിട്ടുള്ള കേസിന് നമ്മൾ ക്രോണിക് എന്ന് പറയും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ രണ്ടാമത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾക്ക് ഒരു പ്രാവശ്യം ഈ ഒരു അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ വന്നു വിചാരിക്കുക. അതിനുശേഷം ഇത് രണ്ടാമത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രിയാറ്റിൻ കൈനേസ് യൂസ് ചെയ്യാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ നോർമൽ ആവുന്നാണല്ലോ പറഞ്ഞത്. അതിനുശേഷം പിന്നും ഇത് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഇത് പിന്നും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് മയോഗ്ലോബിൻ ആണ്. മയോഗ്ലോബിൻ നമ്മൾ ഇപ്പം ഓൾറെഡി ഒന്ന് പറഞ്ഞേ ഉള്ളൂ, മസിൽസിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രോട്ടീൻ ആണ്. ഇത് കാർഡിയാക് മസിലിന് അടക്കമുള്ള എല്ലാ മസിൽസിന്റെ ഇഞ്ചറി മനസ്സിലാക്കാൻ പറ്റും. നോർമൽ ലെവൽ വളരെ കുറവായിരിക്കും ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ. പിന്നെ എലിവേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 3 hours, ഇഞ്ചുറിക്ക് ശേഷം 2 to 3 hours കഴിഞ്ഞാൽ അത് പീക്ക് ചെയ്യും.
പിന്നെ 2 to 3 ഹവേഴ്സ് കഴിഞ്ഞാൽ അത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ 8 to 12 ഹവേഴ്സിലാണ് മാക്സിമം കാണിക്കുന്നത്. 24 ഹവേഴ്സിനുള്ളിൽ ഇത് നോർമൽ ആയിട്ട് റിട്ടേൺ ചെയ്യും. ഓക്കെ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് AMI, അതായത് അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷന്റെ ഏർലി ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യാം. അതായത് പെട്ടെന്ന് നേരത്തെ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും ഇത് വെച്ചിട്ട്. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ നമ്മൾക്ക് ഉറപ്പിക്കാനും കഴിയില്ല. ഇത് വെച്ചിട്ട് മാത്രം നമ്മൾക്ക് മയോഗ്ലോബിൻ വെച്ചിട്ട് മാത്രം നമുക്ക് AMI ആണോ എന്ന് കൺഫേം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു മയോഗ്ലോബിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മസിൽ പ്രോട്ടീൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മസിൽ പ്രോട്ടീൻ ആണ്. എല്ലാ മസിൽസിലും പ്രസന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എക്സാക്ട്ലി നമുക്ക് പറയാൻ കഴിയില്ല ഇത് ഹാർട്ടിന്റെ മസിൽസിനാണ് പ്രശ്നം എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം സ്കെലിറ്റൽ മസിൽസിലും ഈ ഒരു ഈ ഒരു മയോഗ്ലോബിൻ പ്രസന്റ് ആണ്. അതായത് സ്കെലിറ്റൽ മസിൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, നമ്മളെ കൈക്കകത്തും കാലിനകത്തും ഒക്കെ ഉള്ള നോർമൽ ആയിട്ടുള്ള മസിലുകളെയാണ് സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുന്നത്. അതിനകത്തും മയോഗ്ലോബിൻ ഉണ്ട്, ഹാർട്ട് മസിലിനകത്തും മയോഗ്ലോബിൻ ഉണ്ട്. അപ്പൊ മേ ബി നമ്മൾക്കൊരു കൺഫ്യൂഷൻ വരാം, ഇത് ഹാർട്ടിന്റെ ആണോ അതോ വേറെ മസിലിന് ഡാമേജ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത മയോഗ്ലോബിൻ ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ. പിന്നെയുള്ള ഒരു കാർഡിയാക് മാർക്കർ ആണ് ബി ടൈപ്പ് നാട്രി യുററ്റിക് പെപ്റ്റൈഡ്, അതേപോലെ N ടെർമിനൽ പ്രോ BNP എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കേഴ്സ് ആണ്. ഇത് മസിൽ ഇഞ്ചറിന്റെ ഏർലി മാർക്കേഴ്സ് ആണ്. ഇത് പക്ഷെ എല്ലാ മസിലിലും പ്രസന്റ് ആണ്. സ്കെലിറ്റൽ മസിലും കാർഡിയാക് മസിലും ഒക്കെ പ്രസന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഏർലി മാർക്കർ ആണ്, നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. നോർമൽ ലെവൽസ് എല്ലാവരും ഇത് മാർക്കേഴ്സ് അധികം ലോ ലെവലിലായിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടാവുക. ചിലപ്പം ആബ്സെന്റ് ആയിരിക്കാം. പക്ഷെ ഈ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ഡിസീസ് വരുന്ന സമയത്താണ് ഇവര് വരുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇവരെ മാർക്കേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നത് ഡിസീസസ് ഒക്കെ അല്ലേ. ഓക്കെ. പിന്നെ എലവേഷൻ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 to 3 ഹവേഴ്സ്, ഇഞ്ചുറിക്ക് ശേഷം 2 to 3 ഹവേഴ്സ് കഴിഞ്ഞ് ഇവര് റൈസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ 8 to 12 ഹവേഴ്സ് കഴിഞ്ഞിട്ട് ആണ് പീക്ക് ചെയ്യുന്നത്. പിന്നെ 24 ഹവേഴ്സിന് ശേഷം നോർമൽ ആവും. അങ്ങനെയൊക്കെയാണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ CRP പ്രോട്ടീൻ ആണുള്ളത്. ഓക്കെ. CRP പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് പിന്നെ അധികം ഞാൻ പറയാത്തത് നമ്മളെ ബാക്കിയുള്ള ഇതിനെ പോലെ തന്നെയാണ്, മയോഗ്ലോബിന്റെ ഒക്കെ പോലെ തന്നെയാണ് ഈ ഒരു നാട്രിയോററ്റിക് പെപ്റ്റൈഡ്സിന്റെ കേസസ്. അതുകൊണ്ട് പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമുക്ക് പറയാനുള്ള കാർഡിയാക് മാർക്കറാണ് C റിയാക്റ്റീവ് പ്രോട്ടീൻ, അല്ലെങ്കിൽ CRP എന്ന് നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് പറയാം. അതായത് ഇതൊരു ഇൻഫ്ലമേറ്ററി മാർക്കറാണ്. സിസ്റ്റമിക് ഇൻഫ്ലമേഷൻ, നമ്മൾക്ക് ബോഡിയിൽ എന്തെങ്കിലും വീക്കം സംഭവിക്കാൻ, ഇൻഫ്ലമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിക്ക് വീക്കം അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഒക്കെ വരുന്ന ഒരു കേസിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണമായിട്ട് നമ്മൾ ഈ ഒരു മാർക്കർ എലവേറ്റഡ്, അങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു മാർക്കറിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. നോർമൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ വളരെ കുറവായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ എലവേഷൻ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ സംഭവിച്ച ഒരു കുറച്ച് ഹവേഴ്സിന്റെ ഉള്ളിൽ ഇത് ഇതിന്റെ ഒരു എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മൾക്ക് കൊറോണറി ആർട്ടറി ഡിസീസ്, കൊറോണറി ആർട്ടറി അറിയോ, നമ്മളെ ഹാർട്ടിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ആർട്ടറി ആണ്. അതായത് നമ്മൾ ഹാർട്ടിലേക്ക് ഓക്സിജൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു ബ്ലഡ് വെസലാണ് കൊറോണറി ആർട്ടറി. അതിനെന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു CRP പ്രൊഡ്യൂസ് ചെയ്യും. ബോഡിക്കകത്ത് നമുക്ക് CRP ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ. പിന്നെ വേറൊരു ടൈപ്പ് CRP ആണ് ഹൈ സെൻസിറ്റിവിറ്റി CRP, അല്ലെങ്കിൽ HSCRP എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കാർഡിയോ വാസ്കുലർ റിസ്ക്, ഹാർട്ടിനോ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു CRP ആണ് HSCRP. ഹാർട്ടിനോ ബിസിനോ എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോൾ മാത്രം റിലീസ് ചെയ്യുന്ന മാർക്കറാണ് HSCRP എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. മാർക്കറാണ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മളെ ടിഷ്യൂ ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈമിലാണ് ഇതിന് ഈ ഒരു എൻസൈം റിലീസ് ചെയ്യുന്നത്. ഇതിന്റെ നോർമൽ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടിഷ്യൂലും പ്രസന്റ് ആണ്, പക്ഷെ വളരെ കുറഞ്ഞ എമൗണ്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിന്റെ എലവേഷൻ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 to 24 ഹവേഴ്സിൽ ഇത് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഒക്കെ സംഭവിച്ച് 12 to 24 ഹവേഴ്സിൽ ആവുമ്പം ഇതിന്റെ കോൺസെൻട്രേഷൻ കൂടാൻ തുടങ്ങും. പക്ഷെ ഇത് മാക്സിമത്തിൽ എത്താൻ 2 to 3 ഡേയ്സ് ഉണ്ട്. ഇതാണല്ലേ ഏറ്റവും കൂടുതൽ ലെങ്തി ആയിട്ട് അതിന്റെ പീക്ക് ടൈമിൽ എത്തുന്നത്. ബാക്കി എല്ലാവരും ഒരു 48 ഹവേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും മാക്സിമം അല്ലെങ്കിൽ പീക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം ഇതും എന്തായാലും ഒരു 3 ഡേയ്സ് വരെയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ. പിന്നെ 5 to 10 ഡേയ്സ് വരെ അതങ്ങനെ എലവേറ്റഡ് ആയി തന്നെ നിൽക്കും. പിന്നെ ക്ലിനിക്കൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മയോകാർഡിയൽ ഇഞ്ചുറിക്കായിട്ട് അത്ര സ്പെസിഫിക് അല്ല. കാരണം ഏകദേശം എല്ലാ ടിഷ്യൂലും പ്രസന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏകദേശം എല്ലാ സെല്ലിലും ഉള്ളൊരു എൻസൈമാണ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു എൻസൈമാണ്.
അപ്പോൾ ഇത് പക്ഷെ വേറെയുള്ള മാർക്കേഴ്സിന്റെ കൂടെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഏത് ടിഷ്യൂവിനാണ് പ്രശ്നം എന്ന് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാൻ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടെസ്റ്റ് കൂടി ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളതാണ് അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ്. അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഹാർട്ടിലും ലിവറിലും പിന്നെ മസിൽസിലും ഒക്കെ പ്രസന്റ് ആണ് ഈ ഒരു എൻസൈം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ബ്ലഡിൽ നോർമലി ലോ ലെവൽസിലേക്ക് ഉണ്ടാവുക. എന്തെങ്കിലും ഹാർട്ടിനോ ലിവറിനോ ഒക്കെ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു 6 to 12 hours ആകുമ്പോൾ ഇതിന്റെ എമൗണ്ട് കൂടാൻ തുടങ്ങും. 24 to 48 hours ആകുമ്പോൾ അത് മാക്സിമത്തിൽ എത്തും. പിന്നെ 3 to 7 days ആകുമ്പോഴേക്കും ഇത് നോർമൽ ആയിട്ട് മാറും. നോർമൽ എത്രയാണോ ഉണ്ടായിരുന്നത് ആ ഒരു എമൗണ്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. ഓക്കെ, പിന്നെ ഇത് പണ്ടൊക്കെ ഇത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പൊ നമ്മൾക്ക് കൂടുതൽ നമ്മൾ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞ ട്രോപ്പോണിൻസ് ഒക്കെ ഡിസ്കവർ ചെയ്തിട്ടുണ്ടല്ലോ. ട്രോപ്പോണിൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷന് വേണ്ടിയിട്ട് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവരൊക്കെ ഉണ്ടാകുമ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിനകത്തും ലിവറിനകത്തുണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇത് കൂടിക്കഴിഞ്ഞാൽ ഹാർട്ടിനാണോ പ്രശ്നം ലിവറിനാണോ പ്രശ്നം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഇത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് എലവേറ്റ് ചെയ്തിട്ടുള്ള കാരണം നമ്മൾ പറഞ്ഞു ലിവർ ഡിസീസ് ആൻഡ് അതർ കണ്ടീഷൻസ് കോസിങ് സെൽ ഡാമേജ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എലവേറ്റ് ചെയ്യണം. പക്ഷെ ഇത് അങ്ങനെ അധികം ഇപ്പൊ യൂസ് ചെയ്യാറില്ല അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ്. ഇനി നമുക്ക് ട്യൂമർ മാർക്കേഴ്സിലേക്ക് പോവാം. അപ്പോൾ കാർഡിയാക് മാർക്കേഴ്സ് നമ്മളിപ്പം പറഞ്ഞു, അതായത് ഹാർട്ടിന് ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന റിലീസ് ചെയ്യുന്ന മാർക്കേഴ്സ് ആണ്. ഇനി ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം എന്താണ്, പ്രോട്ടീൻസ് ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഒക്കെ ആവാം. ക്യാൻസർ സെല്ല് മാത്രമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ബോഡിക്കകത്ത് ആബ്സെന്റ് തന്നെ ആയിരിക്കും വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു നെഗ്ലിജിബിൾ എമൗണ്ട്. എന്നാലും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പോസിറ്റീവ് കിട്ടാൻ മാത്രമുള്ള എമൗണ്ടിലൊന്നും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലിനകത്ത് ഉണ്ടാവില്ല. പക്ഷെ ഇത് നമ്മൾക്ക് ക്യാൻസർ ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ ബ്ലഡിനകത്ത് ഇത് കൺസിഡറബിൾ എമൗണ്ടിൽ പ്രസന്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ക്യാൻസർ പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ട് ബോഡിക്കകത്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ക്യാൻസർ മാർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് ബ്ലഡിനകത്ത് നിന്ന് കണ്ടുപിടിക്കാം, യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അതേപോലെ ടിഷ്യൂ കൾച്ചറിങ് ചെയ്തിട്ട് ടിഷ്യൂ ഒക്കെ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പ്ലാന്റിലെ ടിഷ്യൂ കൾച്ചർ അല്ല കേട്ടോ. ഇനിയിപ്പം പകുതി ഉറക്കത്തിലായിരിക്കും മേ ബി പലരും ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിലെ ടിഷ്യൂ കൾച്ചർ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളെ ബോഡിന്റെ ടിഷ്യൂവിനെ നമ്മൾ കൾച്ചർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ട്യൂമർ മാർക്കേഴ്സിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ വേറെ ബോഡി ഫ്ലൂയിഡ്സ് ഇപ്പം സലൈവ, സ്വെറ്റ് അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ മാർക്കേഴ്സ് ഓരോ ടൈപ്പ് ആണല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓങ്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ക്യാൻസർ, അങ്ങനെ അതിന് ഓങ്കോളജിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്യാൻസറിനെ ഡയഗ്നോസ് ചെയ്യാനും മാനേജ് ചെയ്യാനും. അതായത് ഇപ്പൊ നമ്മള് ആദ്യം നമ്മൾ ഒരു മാർക്കറിന്റെ എമൗണ്ട് വളരെ കൂടുതലാണെന്ന് മനസ്സിലായി, അതായത് ക്യാൻസർ ബോഡിക്കകത്തുണ്ടെന്ന് ഡിറ്റക്ട് ചെയ്തു. പിന്നീട് അതിന് ശേഷം നമ്മൾ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് രണ്ടാമത് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറിന്റെ എമൗണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം ട്രീറ്റ്മെന്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അല്ലേ. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്യാൻസർ ഉള്ള മാർക്കേഴ്സ് അല്ലെങ്കിൽ ട്യൂമർ മാർക്കേഴ്സ് കുറച്ച് കോമൺ ആയിട്ടുള്ള മാർക്കേഴ്സിന്റെ പേര് പഠിക്കാം. ഒന്ന് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ അല്ലെങ്കിൽ PSA. പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള ഒരു അസോസിയേറ്റഡ് ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ്. അതായത് സെമൻ ഒന്നുകൂടി ഫ്ലൂയിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് സെമന്റെ മൂവ്മെന്റ്സ് ഒക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൂയിഡ്, ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒരു ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കാരണമാണ് സെമന് നല്ല മോട്ടിലിറ്റി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ. എനിവേ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് ക്യാൻസർ സംഭവിച്ചു കഴിഞ്ഞാൽ ആണ് ഈ ഒരു PSA എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോർമലി അത് 4 നാനോഗ്രാംസ് പെർ മില്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അത് ഏജ് കൂടുന്നതനുസരിച്ച് വാരി ചെയ്യും. അതായത് മെയിൽസിനകത്താണ് ഇത് വരുന്നത്. അപ്പം ഏജ് കൂടുന്തോറും ഈ ഒരു PSAന്റെ എമൗണ്ടും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഏജ്ഡ് ആയിട്ടുള്ള മെയിൽസിൽ ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ചാൻസ് കൂടുതലാവാൻ കാരണം ഇതാണ്. കാരണം ഈ ഒരു PSAന്റെ എമൗണ്ട് ഏജ് കൂടുന്തോറും ചെറുതായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിന്റെ ക്ലിനിക്കൽ യൂസ് എല്ലാം സെയിം ആണ്. നമുക്ക് സ്ക്രീൻ ചെയ്യാം ക്യാൻസർ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇത് ട്രീറ്റ്മെന്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ട്രീറ്റ്മെന്റിനോട് പ്രതികരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ തിരിച്ച് ഇനിയിപ്പം റിക്കർ ചെയ്തിട്ട് വരുന്നുണ്ടോ, രണ്ടാമത് വരാൻ ചാൻസ് ഉണ്ടോ, മീൻസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ആണ് കാർസിനോ എംബ്രിയോണിക് ആന്റിജൻ CEA എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ഏതൊക്കെ ക്യാൻസറിനോടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ കോളോറെക്ടൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, അതാണ് മെയിൻ ആയിട്ട് വരുന്നത്.
ഇതിന്റെ നോർമൽ ലെവൽസ് ഇതേപോലെ 3 നാനോഗ്രാംസ് പെർ മില്ലി ലിറ്റർ ആണ് നോൺ സ്മോക്കേഴ്സിൽ. സ്മോക്കേഴ്സിന്റെ കേസിലാണെങ്കിൽ 5 നാനോഗ്രാംസ് പെർ മില്ലി ലിറ്ററിനെക്കാളും കുറവായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാം സ്മോക്കേഴ്സിന് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയാനുള്ള കാരണം. ശരിക്കും ഈ ഒരു CEA എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ, ഒരു ക്യാൻസർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പം അതിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ക്യാൻസർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണെന്നല്ലേ മനസ്സിലാവുന്നത്. ഇപ്പൊ നോൺ സ്മോക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് 3 നാനോഗ്രാംസ് മാത്രമേ ഉണ്ടാവുള്ളൂ, പെർ മില്ലി ലിറ്റർ ഉണ്ടാവുള്ളൂ. പക്ഷെ സ്മോക്കേഴ്സിനകത്ത് അത് വെറുതെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഒരു 2 നാനോഗ്രാംസ് എക്സ്ട്രാ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് സ്മോക്കിംഗ് കാരണമായിട്ട് ഈ ഒരു കാൽസ്യം എംബ്രിയോണിക് ആന്റിജന്റെ കോൺസെൻട്രേഷൻ ബോഡിക്കകത്ത് വരും. അപ്പൊ നമ്മൾ ശരിക്കും ക്യാൻസറിനെ വിളിച്ചു വരുത്തുന്ന പോലെയാണത്. അതുകൊണ്ടാണ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോ അതിനകത്തുള്ള പ്രൂഫ്, അതായത് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് നമുക്ക് ഈ ഒരു കാർസിനോ എംബ്രിയോണിക് ആന്റിജന്റെ എമൗണ്ട് സ്മോക്കേഴ്സിനകത്ത് ഓൾറെഡി കൂടുതലാണ്. അതുകൊണ്ട് ഓൾറെഡി അവർക്ക് കണ്ടില്ലേ, അവർക്ക് നോർമൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് നോർമൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നാനോഗ്രാംസേ പറയുന്നുള്ളൂ. പക്ഷേ സ്മോക്കേഴ്സിൽ അത് ഓൾറെഡി 5 നാനോഗ്രാംസ് ആയിട്ടുണ്ട്. പിന്നെയും കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ക്യാൻസർ ഉറപ്പായിരിക്കും. സോ അതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ക്ലിനിക്കൽ യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത് മോണിറ്ററിങ്, ട്രീറ്റ്മെന്റ് റെസ്പോൺസ്, അതേപോലെ ഡിറ്റക്ടിങ്. അതിനിപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, എല്ലാം സെയിം ആണ്. അവരുടെ ഫംഗ്ഷൻ എല്ലാം സെയിം ആയിരിക്കും. എല്ലാ ക്യാൻസർ ആന്റിജൻസിന്റെയും പർപ്പസ് സെയിം ആയിരിക്കും. ഓക്കെ, അടുത്ത ആളാണ് ആൽഫ പീറ്റോ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, AFP എന്ന് വിളിക്കാം. ഇത് ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമ. ഹെപ്പാറ്റോ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലിവർ ആണ്. ഓക്കെ, അപ്പൊ ലിവറിന്റെ ക്യാൻസർ. പിന്നെ ജേം സെൽ ട്യൂമേഴ്സ്, ജേം സെൽസ് ആയിട്ടുള്ള നമ്മളെ റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെൽസ്, ഇപ്പം സ്പേം അല്ലെങ്കിൽ നമ്മളെ ഗമീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് സ്പേം, എഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ഗമീറ്റ്സ്, അതിനൊക്കെ എഫക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ട്യൂമേഴ്സ് ആണ്. ഇതിന്റെ നോർമൽ ലെവൽസ് ലെസ് ദാൻ 20 നാനോഗ്രാംസ് പെർ മില്ലി ലിറ്റർ ഇൻ അഡൾട്ട്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോൺസെൻട്രേഷനിൽ അത് കാണാൻ പാടുള്ളൂ. അതിൽ കൂടി കഴിഞ്ഞാൽ ക്യാൻസറസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം ഫംഗ്ഷൻ ക്ലിനിക്കൽ യൂസിന് ഇപ്പം പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ആൻഡ് മോണിറ്ററിംഗ്, റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്, അതൊക്കെ തന്നെ. പിന്നുള്ളതാണ് ക്യാൻസർ ആന്റിജൻ 125 അല്ലെങ്കിൽ CA 125 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഓവേറിയൻ ക്യാൻസറിനോട് മാത്രം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്പെസിഫിക് ആണ് ഓവേറിയൻ ക്യാൻസർ. അപ്പം നമ്മളെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ഓവറി എന്ന് അറിയാലോ അല്ലെ. ഓവറിക്കകത്ത് ഉള്ള ക്യാൻസർ അസോസിയേറ്റഡ് ആയിട്ടുള്ള, അതായത് ഓവറിക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാൻസർ ആന്റിജൻ ആണ് CA 125. നോർമൽ ലെവൽസ് 35 യൂണിറ്റ്സ് പെർ മില്ലി ലിറ്റർ. അതാണ് ഇതിന്റെ നോർമൽ ലെവൽസ്. ഓക്കെ, പിന്നെ ക്ലിനിക്കൽ യൂസ്, മോണിറ്ററിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ്, റെസ്പോൺസ് ആൻഡ് ഡിറ്റക്ടിങ് റിക്കറൻസ്, അതൊക്കെയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏർലി ഡിറ്റക്ഷൻ ഒന്നും അത്ര പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ സിംറ്റംസ്, അതായത് ഓവറിയൻ ക്യാൻസറിന്റെ സിംറ്റംസ് കാണിക്കാത്ത വിമണില് മേ ബി സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരിക്കും. പക്ഷെ അവരിൽ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമുക്ക് ഈ ഒരു CA 125 ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നില്ല. അതുകൊണ്ട് തന്നെ സിംറ്റംസ് ഇല്ലാത്ത വിമണിൽ ഈ ഒരു CA 125 ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ അവർക്ക് വേറെ ടെസ്റ്റുകളൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഈ ഒരു ടെസ്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ക്യാൻസർ ആന്റിജൻ 19-9. ഓക്കെ, ഇത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പാൻക്രിയാറ്റിക് ക്യാൻസർ. പാൻക്രിയാസ് അറിയാലോ അല്ലെ, നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള ഒരു അസോസിയേറ്റഡ് ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ്. ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതേപോലെ നമ്മളെ ഇൻസുലിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ്. പിന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ക്യാൻസേഴ്സ്. ഓക്കെ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ക്യാൻസേഴ്സ്, പിന്നെ പാൻക്രിയാസിന്റെ ക്യാൻസേഴ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു ആന്റിജൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള ക്യാൻസർ ആന്റിജൻ അല്ലെങ്കിൽ CA 19-9 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ നോർമൽ ലെവൽ 37 യൂണിറ്റ് പെർ മില്ലി ലിറ്റർ ആണ്. പിന്നെ ഇത് നമ്മൾ പറയാം ഈ പറഞ്ഞിട്ടുള്ള ക്യാൻസേഴ്സിനെ ട്രീറ്റ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളതാണ് ക്യാൻസർ ആന്റിജൻ 15-3 അല്ലെങ്കിൽ CA 15-3 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ബ്രസ്റ്റ് ക്യാൻസറിനോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിക്കറൻസ് അല്ലെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം വന്നിട്ട് അത് ക്യൂർ ചെയ്തിട്ട് രണ്ടാമതും വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ആന്റിജൻ ആണ്.
പിന്നെ പക്ഷെ ഏർലി ഡിറ്റക്ഷൻ ഒരിക്കലും പോസിബിൾ അല്ല. നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാലാണ് ഈ ഒരു ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോഡിക്കകത്തുനിന്ന്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നേരത്തെ തന്നെ അല്ലെങ്കിൽ ഏർലി നമ്മൾക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാർക്കർ അല്ലെങ്കിൽ ഈ ഒരു ആന്റിജനെ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പിന്നെ നമുക്ക് പറയാനുള്ളതാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ അല്ലെങ്കിൽ HCG. HCG നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? പ്രഗ്നൻസി ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു HCGന്റെ പ്രസൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ അത് ഒരു ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ മാർക്കർ കൂടിയാണ്. ഇത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റേഷണൽ ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസസ് ആണ്. അതായത് ജേം സെൽ ട്യൂമേഴ്സ് ഒക്കെ ആയിട്ടുള്ള അങ്ങനെ. അതായത് ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എംബ്രിയോ അല്ലെങ്കിൽ സൈഗോട്ടിനകത്തുള്ളൊരു ലെയർ ആണ്. അതാണ് പിന്നീട് നമ്മളെ യൂട്രസിനോടൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് സൈഗോട്ടിനെ. പിന്നെ അതാണ് പിന്നീട് ഫ്യൂച്ചറിൽ അത് പ്ലാസന്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതിനുള്ള സംഭവിക്കുന്ന ക്യാൻസർ പിന്നെ അതേപോലെ ജേം സെൽ ട്യൂമേഴ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാർക്കർ യൂസ് ചെയ്യാം. നോർമൽ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിറ്റക്റ്റബിൾ ആണ്. പിന്നെ നോൺ പ്രഗ്നന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ വളരെ കുറവായിരിക്കും. പ്രഗ്നന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ വരെ പോകും. പക്ഷെ അതിലും കൂടുതലായി കഴിഞ്ഞാലാണ് നമ്മൾ പറയുന്ന ഈ ഒരു ക്യാൻസറസ് ആണോ എന്നുള്ളൊരു ഡൗട്ട് വരുന്നത്. പിന്നെ നമ്മൾ ക്ലിനിക്കൽ യൂസ് നമ്മൾ പറഞ്ഞു ഡയഗ്നോസിസ് ആൻഡ് മോണിറ്ററിംഗ് ഒക്കെയാണ്. ഓക്കെ, പിന്നെ ഒരാളാണ് തൈറോഗ്ലോബുലിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. തൈറോഗ്ലോബുലിൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാൻസർ ആണ് തൈറോയ്ഡ് ക്യാൻസർ. ഓക്കെ, തൈറോഗ്ലോബുലിൻ എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് ക്യാൻസർ നെയിം സിമിലർ ആണല്ലോ അല്ലെ? പിന്നെ ഇതിന്റെ നോർമൽ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. പിന്നെ അതായത് തൈറോയിഡ് നല്ല ആക്റ്റീവ് ആണെങ്കിൽ കൂടുതലായിട്ട് തൈറോഗ്ലോബുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. തൈറോയിഡിൻ കുറച്ച് ലെസ് ആക്റ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ തൈറോയിഡിൻ ആക്റ്റീവ് കുറഞ്ഞിട്ടുള്ള തൈറോയ്ഡ് ഗ്ലാൻഡ് ആണെങ്കിൽ എന്തായിരിക്കും വളരെ കുറച്ച് തൈറോയ്ഡ് ഗ്ലോബുലിൻ ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ തൈറോയിഡക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ റിമൂവൽ ആണ്. അത് അങ്ങനെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് തീരെ നമ്മൾക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടില്ല. വളരെ അൺഡിറ്റക്റ്റബിൾ അല്ലെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് ബോഡിക്കകത്ത് അല്ലെങ്കിൽ ബ്ലഡിനകത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ തൈറോയ്ഡ് ക്യാൻസറിന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ തൈറോയ്ഡ് ക്യാൻസറിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ β2 മൈക്രോ ഗ്ലോബുലിൻ ആണ്. അത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാൻസേഴ്സ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ മൈലോമ അതേപോലെ തന്നെ ലിംഫോമ ഒക്കെ ആയിട്ടാണ് ഉള്ളത്. മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുമ്പോൾ നമ്മളെ WBCക്കകത്തുള്ള ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ, വെളുത്ത രക്താണുക്കൾ എന്നൊക്കെ പറയുന്ന അതിനകത്ത് ഉള്ള ക്യാൻസർ ആണ് മൈലോമ എന്ന് പറഞ്ഞിട്ടുള്ളത്. ലിംഫോമ എന്ന് പറഞ്ഞിട്ടുള്ളതും നമ്മളെ ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ടല്ലോ, നമ്മളെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ കൂടെ തന്നെ ഉള്ള ഒരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ചിലപ്പം പ്ലാസ്മ അല്ലെങ്കിൽ സീറം ഒക്കെ ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്ത് വരും, ലീക്കായിട്ട് വരും ബ്ലഡ് വെസൽസിന്. അതിനെ കളക്ട് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ സർക്കുലേഷൻ സിസ്റ്റത്തിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന ആളാണ് ഒരു ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലിംഫ് വെസൽസ് ഒക്കെ ഇതിനകത്ത് പ്രസന്റ് ആണ്. നമ്മളെ ബോഡിന്റെ പല പാർട്സിലും എന്താണ് ഈ ഒരു ലിംഫോയിഡ് വെസൽസ് പ്രസന്റ് ആണ്. അവർ മെയിനായിട്ട് അവർ നമ്മളെ നല്ല ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആന്റിജൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫോറിൻ ഓർഗാനിസം, ബാക്ടീരിയ, വൈറസ് ഒക്കെ നമ്മളെ ബോഡിക്കകത്ത് കയറി കഴിഞ്ഞാൽ അവരോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് അവരൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജോലി കൂടി ഈ പറഞ്ഞിട്ടുള്ള ലിംഫാറ്റിക് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ലിംഫോയിഡ് ഓർഗൻസിന് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ലിംഫാറ്റിക് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന ക്യാൻസർ ആണ് ലിംഫോമ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ നോർമൽ ലെവൽസ് നമുക്ക് കറക്റ്റ് ആയിട്ട് 0.17 to 1 milligram per liter ആയിട്ടാണ് ഉള്ളത്. അതിനകത്തുനിന്ന് കൂടിക്കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ ഒരു ക്യാൻസേഴ്സ് ഉണ്ടാവുന്നത്. അല്ല, ക്യാൻസേഴ്സ് ഉള്ളപ്പോഴാണ് ഈ ഒരു നോർമൽ ലെവലിനേക്കാളും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഹയർ ലെവൽസ്, അതായത് ഇത് വളരെ കൂടുതലാണെങ്കിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇനി നമുക്ക് ഇതിനകത്തുള്ള ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ക്ലിനിക്കലി ഇമ്പോർട്ടൻറ്റ് ഹോർമോൺസ് ആൻഡ് എൻസൈംസ്. എൻസൈംസ് ആൻഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെ ഫിസിയോളജിക്കൽ പ്രോസസ്സിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയഗ്നോസിസിന് വേണ്ടിയിട്ടും ഇവരെ യൂസ് ചെയ്യാൻ കഴിയും. കാരണം എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രോസസ്സ്, ഇപ്പം നമ്മുടെ ബോഡിക്കകത്തുള്ള ഒരു പ്രോസസ്സ് നടക്കുകയാണ് വിചാരിക്കുക, എൻസൈം ആബ്സെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു പ്രോസസ്സ് മേ ബി ഒരു 3 ദിവസമൊക്കെ എടുക്കും അത് കംപ്ലീറ്റ് ആയിട്ട്
തീരാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പം ഒരു എന്താ പറയാ, സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വിചാരിക്കുക. നമുക്ക് എന്നാലല്ലേ നമുക്ക് ഗ്ലൂക്കോസിനകത്ത് നിന്നാണല്ലോ നമുക്ക് എനർജി ഒക്കെ കിട്ടുന്നത്. അപ്പം ആ ഒരു സ്റ്റാർച്ചിനെ നമ്മൾ ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റണം. അങ്ങനെ മാറ്റുന്ന സമയത്ത് എൻസൈം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3 ദിവസം എടുക്കും. പക്ഷെ എൻസൈം ഉണ്ടെങ്കിൽ മേ ബി 3 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു കാര്യം നടക്കും, ആ ഒരു റിയാക്ഷൻ നടക്കും. അത്രയും ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് എൻസൈം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ പ്രോസസ്സിനൊക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എൻസൈംസ്. പിന്നെ എൻസൈംസ് ആ ഒരു ടൈമിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് പോവില്ല. എൻസൈംസ് പക്ഷെ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് എൻസൈംസിനുണ്ട്. പിന്നെ വളരെ കുറച്ച് എമൗണ്ട് ഓഫ് എൻസൈംസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വളരെ കുറച്ച് എൻസൈംസ് മാത്രമാണ് നമ്മളെ ബോഡിക്കകത്ത് ആവശ്യമുള്ളതുള്ളൂ. എൻസൈംസിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട്, അതായത് നമ്മുടെ എൻസൈംസ് വളരെ കുറച്ച് മതി എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മളെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എൻസൈംസിനെ ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ക്ലിനിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പറയുന്ന 2 എൻസൈംസ് ആണ് അസ്പാർട്ടൈറ്റ് അമിനോ ട്രാൻസ്ഫറൈസ് AST എന്ന് പറയാം, അതേപോലെ അലാനിൻ അമിനോ ട്രാൻസ്ഫറൈസ് ALT എന്ന് പറയാം. ഇത് രണ്ടും ലിവർ എൻസൈംസ് ആണ്, ലിവറിൽ മാത്രം കണ്ടുവരുന്ന എൻസൈംസ് ആണ്. നോർമൽ ലെവല് ASTൻ്റെത് 10 to 40 യൂണിറ്റ്സ് പെർ ലിറ്റർ ആണ്. ALTൻ്റെത് 7 to 56 യൂണിറ്റ് പെർ ലിറ്റർ ആണ്. ഇപ്പൊ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേ ബി കൺഫ്യൂഷൻ ഉണ്ടാവും. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എൻസൈമിന്റെയും യൂണിറ്റ്സ് ഡിഫറെന്റ് ആണ്. അതായത് എന്താന്ന് വെച്ചാൽ ഇപ്പം ഒരു എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഒരു മൈക്രോമോൾ ഓഫ് സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ആവശ്യമുള്ള എമൗണ്ട് ഓഫ് എൻസൈം ആണ്. അതായത് ചില എൻസൈംസ് കൂടുതൽ വേണ്ടി വരും, ചില എൻസൈംസ് കുറച്ച് മതിയാവും. അതുകൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ട് യൂണിറ്റ് എന്നുള്ള ടൈം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് ഓഫ് എൻസൈം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്രോമോൾ ഓഫ് സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ആവശ്യമുള്ള എമൗണ്ട് ഓഫ് എൻസൈം ആണ്. അത് ഓരോ എൻസൈംസിലും ഈ ഒരു എമൗണ്ട് വാരി ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് യൂണിറ്റ് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അപ്പം AST 10 to 40 യൂണിറ്റ്സ് പെർ ലിറ്റർ ആണ് അതിൻ്റെ ഒരു നോർമൽ ലെവൽ. ALT ആണെങ്കിൽ 7 to 56 യൂണിറ്റ് പെർ ലിറ്റർ ആണ് നോർമൽ ആയിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ക്ലിനിക്കൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലിവറിൽ കണ്ടുവരുന്ന എൻസൈംസ് ആണ്. അതുകൊണ്ട് തന്നെ ലിവർ ഡിസീസസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം ഹെപ്പറ്റൈറ്റിസ്, അതേപോലെ സിറോസിസ്, ലിവർ ഇഞ്ചുറി ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലിവർ സ്പെസിഫിക് ആയിട്ടുള്ളത് ALT ആണ്. ALT ലിവറിൽ മാത്രമേ കണ്ടുവരുന്നുള്ളൂ. അതുകൊണ്ട് അത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാർക്കറാണ്. പിന്നീട് നമുക്ക് പറയാനുള്ളതാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് അല്ലെങ്കിൽ ALP എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം. ഇത് ലിവറിനകത്തുണ്ട്, ബോണിനകത്ത്, കിഡ്നിക്കകത്തും ബൈൽഡക്റ്റിനും ഒക്കെ പ്രസന്റ് ആയിട്ടുള്ളതാണ്. നോർമൽ ലെവൽസ് 44 to 147 യൂണിറ്റ്സ് പെർ ലിറ്റർ ആണ്. ക്ലിനിക്കൽ യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ലിവർ ഡിസീസ് അല്ലെങ്കിൽ ബോൺ ഡിസോർഡേഴ്സ്, ഇത് പ്രസന്റ് ആയിട്ടുള്ള ഓർഗൻസിലൊക്കെ ഇതിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസോർഡേഴ്സ് ഒക്കെ, അതായത് ഇപ്പം ബൈൽ ഡക്റ്റിനകത്ത് ALPന്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താണ് ബൈൽ ഡക്ട് എന്നുള്ള ഡിസോർഡേഴ്സ് ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ബൈൽ ഡക്ട് ഒബ്സ്ട്രക്ഷൻ ആയിരിക്കും ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. പിന്നെ പറയാനുള്ള 2 എൻസൈംസ് ആണ് അമൈലേസ് ആൻഡ് ലിപ്പേസ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പാൻക്രിയാസ് ആണ് ഇവരെ സെക്രേറ്റ് ചെയ്യുന്നത്. ഡൈജഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അമൈലേസ് ആൻഡ് ലിപ്പേസ്. നമ്മൾ ലിപ്പേസ് ഇപ്പം ഫാറ്റ് ഡൈജഷന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അമൈലേസ് ആണെങ്കിൽ സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പാൻക്രിയാസിലാണല്ലോ ഇവർ പ്രസന്റ് ആയിട്ടുള്ളത്. നോർമൽ ലെവൽസ് അമൈലേസ് 30 to 110 യൂണിറ്റ്സ് പെർ ലിറ്റർ ആണ്. ലിപ്പേസ് ആണെങ്കിൽ 0 to 160 യൂണിറ്റ് പെർ ലിറ്റർ ആണുള്ളത്. ക്ലിനിക്കൽ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പാൻക്രിയാറ്റൈറ്റിസ്, പാൻക്രിയാസിനുള്ള ഡിസോർഡർ വന്നു കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് വരുന്നത്. ലിപ്പേസ് ആണ് ഇവിടെ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. അമൈലേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സലൈവക്കകത്തൊക്കെ പ്രസന്റ് ആണ്. അപ്പം അതുകൊണ്ട് സലൈവറി ഗ്ലാൻസിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാലും അമൈലേസിന്റെ ലെവൽ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പാൻക്രിയാസിൽ മാത്രം കണ്ടുവരുന്ന എൻസൈം ലിപ്പേസ് ആണ്. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു എൻസൈം അല്ലെങ്കിൽ ഒരു നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഡയഗ്നോസ്റ്റിക്കലി നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ളത് ലിപ്പേസ് ആണ്. പിന്നീട് നമുക്ക് പറയാനുള്ളതാണ് ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം. ഇതിന്റെ ഒരുപാട് ടിഷ്യൂസിൽ ഇത് പ്രസന്റ് ആണ്. നമ്മൾ ഹാർട്ടിലും ലിവറിലും മസിലിലും ഒക്കെ അങ്ങനെ ഒരുപാട് ടിഷ്യൂവിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു കോമൺ എൻസൈം ആണ്.
ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസ്. നോർമൽ ലെവൽ 140 to 280 യൂണിറ്റ്സ് പെർ ലിറ്റർ ആണ്. ഇതിന്റെ ക്ലിനിക്കൽ യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ടിഷ്യൂ ഡാമേജിൽ ഇത് എലവേറ്റ് ആയിട്ടായിരിക്കും. ടിഷ്യൂലാണല്ലോ ഉള്ളത്, ഏകദേശം എല്ലാ ടിഷ്യൂസിലും ഉള്ളതുകൊണ്ട് തന്നെ ടിഷ്യൂ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലെവല് സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ചെയ്യും. അതായത് ഇപ്പം മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇപ്പൊ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാർട്ട് മസിൽസിന് സംഭവിക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ഹാർട്ട് മസിൽസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസ് എലവേറ്റ് ചെയ്യും. പിന്നെ ലിവർ ഡിസീസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഹീമോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലഡ് സെൽസിന്റെ അല്ലെങ്കിൽ സ്മോൾ നാരോ ആയിട്ടുള്ള ബ്ലഡ് വെസൽസിന്റെ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ബ്ലഡ് സെൽസിന്റെ ബ്രേക്ക് ഡൗൺ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാലും LDH ഇൻക്രീസ് ചെയ്യും. പിന്നെ ക്രിയാറ്റിനിൻ കൈനേസ് ആണുള്ളത്. ക്രിയാറ്റിനിൻ കൈനേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് മെയിൻ ആയിട്ട് മസിലിൽ കണ്ടുവരുന്ന എൻസൈം ആണ്. പക്ഷെ ഇതിന് ഐസോ എൻസൈംസ് ഉണ്ട്, ഐസോ ഫോംസ് പ്രസന്റ് ആണ്. ഐസോ എൻസൈംസ് അല്ലെങ്കിൽ ഐസോ ഫോംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒരു പെർട്ടിക്കുലർ എൻസൈം ആയിരിക്കും, പക്ഷെ അതിന് മൾട്ടിപ്പിൾ ഫോംസ് ഉണ്ടാവും. ഒരേ ഒരു ടൈപ്പ് ഓഫ് എൻസൈം തന്നെയാണെങ്കിലും പക്ഷെ അതിന് പല ഫോമുകൾ ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ക്രിയാറ്റിനിൻ കൈനേസിൽ മെയിൻ ആയിട്ടുള്ളത് അതൊരു പ്രോട്ടീൻ. എൻസൈംസ് എല്ലാവരും ബേസിക്കലി പ്രോട്ടീൻസ് ആണല്ലോ. പ്രോട്ടീൻസ് ഫോം ചെയ്യണത് എങ്ങനെയാ? പോളിപെപ്റ്റൈഡ് ചെയിൻസ് വെച്ചിട്ടാണല്ലേ, പോളിപെപ്റ്റൈഡ് ചെയിൻസ്. അപ്പം ഈ പോളിപെപ്റ്റൈഡ് ചെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമിനോ ആസിഡ്സ് ഉള്ളൊരു ചെയിൻ ആയിരിക്കും. അതായത് ഒരുപാട് അമിനോ ആസിഡ്സ് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് ഒരു പോളിപെപ്റ്റൈഡ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിപെപ്റ്റൈഡ്സ് അവൈലബിൾ ആണ്. അപ്പൊ ചിലതൊക്കെ ഒരേപോലെയുള്ള പോളിപെപ്റ്റൈഡ്സ് വെച്ചിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും, ചിലർക്ക് വേറെ വേറെ ടൈപ്പ് പോളിപെപ്റ്റൈഡ് ഉണ്ടാവും. ഈ പറഞ്ഞിട്ടുള്ള ക്രിയാറ്റിനിൻ കൈനേസിനകത്ത് 2 ടൈപ്പ് പോളിപെപ്റ്റൈഡ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഒന്ന് M ചെയിൻ ആണ് അല്ലെങ്കിൽ M പോളിപെപ്റ്റൈഡ് ആണ്, ഒന്ന് B എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോളിപെപ്റ്റൈഡ് ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ ഐസോ എൻസൈംസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ക്രിയാറ്റിനിൻ കൈനേസിനകത്ത് എന്താണുള്ളത്? വെറും M ചെയിൻ മാത്രമാണുള്ളത്. അതായത് 2 M ചെയിൻ. എന്തായാലും ക്രിയാറ്റിനിൻ കൈനേസിനകത്ത് 2 പോളിപെപ്റ്റൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എങ്ങനെയൊക്കെ വരാം? ഇതിനകത്ത് 2 പോളിപെപ്റ്റൈഡ് വെച്ചിട്ടാണ് ക്രിയാറ്റിനിൻ കൈനേസ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് M ഉം ഒന്ന് B യും ആണ്. അപ്പൊ ഒന്നല്ലെങ്കിൽ ഈ 2 പോളിപെപ്റ്റൈഡ്സും M ആവാം, അതായത് M എന്ന് പറഞ്ഞിട്ടുള്ള പോളിപെപ്റ്റൈഡ്സ് മാത്രമുള്ള ഒരു ക്രിയാറ്റിനിൻ കൈനേസ് ഫോം ചെയ്യാം. അല്ലെങ്കിൽ ഒരു ചെയിന് M ഉം ഒരു ചെയിന് B യും ആയിട്ട് MB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിയാറ്റിനിൻ കൈനേസ് ഉണ്ടാവാം. അല്ലെങ്കിൽ 2 പോളിപെപ്റ്റൈഡും B ആയിട്ട് BB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളിപെപ്റ്റൈഡ് അല്ല ഒരു ക്രിയാറ്റിനിൻ കൈനേസ് അങ്ങനെയും വരാം. ഇത് 3 ഫോംസ്, ഇത് 3 ഡിഫറെന്റ് ഫോംസ്. എല്ലാവരും ക്രിയാറ്റിനിൻ കൈനേസ് ആണെങ്കിലും ഇത് 3 ഡിഫറെന്റ് ആയിട്ടുള്ള ഫോംസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഐസോ എൻസൈംസ് എന്ന് വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഐസോ ഫോംസ് ഓഫ് ദ എൻസൈം ക്രിയാറ്റിനിൻ കൈനേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ CKM പ്രസന്റ് ആയിട്ടുള്ളത്, അതായത് M ചെയിന് മാത്രമുള്ള ക്രിയാറ്റിനിൻ കൈനേസ് പ്രസന്റ് ആയിട്ടുള്ളത് മസിലിലാണ്. ഓക്കെ, അത് ഓർക്കാൻ സിമ്പിൾ ആണ്. M എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് M വെച്ചിട്ടാണല്ലോ. അപ്പൊ നമുക്ക് അത് അങ്ങനെ ഓർക്കാം. പിന്നുള്ളത് B എന്നുള്ള പോളിപെപ്റ്റൈഡ് മാത്രമുള്ള ക്രിയാറ്റിനിൻ കൈനേസ് ആണ് CKBB. അങ്ങനെയാണ് ഇതിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അത് ബ്രെയിനകത്താണുള്ളത്, അത് സിമ്പിളാണ്. ബ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് B എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ക്രിയാറ്റിനിൻ കൈനേസ് BB എവിടെയാണ്? ബ്രെയിനകത്താണ്. പിന്നുള്ളത് MB ആണ്, ഒരു M ഉം ഒരു B യും പോളിപെപ്റ്റൈഡ്സ് ഉള്ള ക്രിയാറ്റിനിൻ കൈനേസ്, അത് ഹാർട്ടിലാണ്. ഓക്കെ, അത് അങ്ങനെ ഓർക്കാം. പിന്നെ നോർമൽ ലെവൽ ക്രിയാറ്റിനിൻ കൈനേസിന് നോർമൽ ലെവൽ 38 to 174 യൂണിറ്റ് പെർ ലിറ്റർ ആണ് നോർമൽ. ഇതിനകത്തുനിന്നും ഇതിലേറെ കൂടുതലായി കഴിഞ്ഞാലാണ് മസിൽ ഡാമേജ് അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് പക്ഷെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യാം അല്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓർഗനിലും ഡിഫറെന്റ് ആയിട്ടുള്ള ക്രിയാറ്റിനിൻ കൈനേസ് ആണ് ഉള്ളത്. അതായത് ഇപ്പൊ നമുക്ക് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു MB എന്നുള്ള ഫോമിനെ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഹാർട്ടിനാണ് പ്രശ്നം. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ BB എന്നുള്ള ഫോമിനാണ് കൂടുതലെങ്കിൽ മനസ്സിലാക്കാം ബ്രെയിനാണ് പ്രശ്നം. അങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ഈ ഒരു ക്രിയാറ്റിനിൻ കൈനേസിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പറയാനുള്ളത് ക്ലിനിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഹോർമോൺസ് ആണ്. ഹോർമോൺസിനെ കുറിച്ചിട്ട് കൂടി നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഒന്നാമത്തെ ഹോർമോൺ ഇൻസുലിൻ ആണ്. ഇൻസുലിൻ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഹോർമോൺ ആയിരിക്കും അല്ലേ? നമുക്കിപ്പം ഡയബറ്റിസ് ഒക്കെ വരുമ്പോൾ ഇൻസുലിന്റെ എമൗണ്ട് കുറവാകുന്നത് കൊണ്ടും ഡയബറ്റിസ് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞത് വേറൊരു കൈൻഡ് ഓഫ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആയിരുന്നു. അത് ഈ ഒരു ഇൻസുലിൻ കാരണമായിട്ടല്ല, അത് വേറെ റീസൺസ് കാരണമായിട്ട് റയർ ആയിട്ട് വരുന്നതാണ്. പക്ഷെ നമ്മൾക്ക് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഡയബറ്റിസ് ഈ ഒരു ഇൻസുലിന്റെ എമൗണ്ട് കുറവാകുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ഡയബറ്റിസ് പേഷ്യൻസ് ഒക്കെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നത്.
അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ പാൻക്രിയാസ് ആണ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാൻക്രിയാസിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് സെൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡൈജസ്റ്റീവ് എൻസൈംസ് ആയിട്ടുള്ള ലിപ്പേസ്, അമൈലേസ് ഒക്കെ പാൻക്രിയാസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. എക്സോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള ഒരു ഗ്ലാൻഡ്, അതുപോലെ എൻഡോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് കൂടിയാണ്. രണ്ടും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ്. അപ്പൊ പാൻക്രിയാസിനകത്തുള്ള ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെൽസ് ആണ് ബീറ്റാ സെൽസ്. ബീറ്റാ സെൽസ് ആണ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഗ്ലൂക്കോസ് നമ്മൾ ബ്ലഡിനകത്ത് കുറച്ച് ഒരു മാത്രമേ ഗ്ലൂക്കോസ് ആവശ്യമുള്ളൂ. അത് അല്ലാതെ എക്സസ് ആയിട്ട് കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലിവറിനകത്ത് സ്റ്റോർ ചെയ്യണം. അതാണ്. അപ്പൊ അങ്ങനെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇൻസുലിന്റെ ഫംഗ്ഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെയിൻ ആയിട്ട് ഡയബറ്റിസ് മെലിറ്റസിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ യൂസ് ചെയ്യാം. അപ്പം എങ്ങനെയായിരിക്കും? അതായത് ഇൻസുലിന്റെ എമൗണ്ട് കുറവാണെങ്കിലായിരിക്കും ഡയബറ്റിസ് ഉണ്ടാവുന്നത്. ഓക്കെ. ഇൻസുലിന്റെ എമൗണ്ട് കുറവാകുന്ന കേസ് അതിനെ നമ്മൾ ഹൈപ്പോ ഇൻസുലിനീമിയ എന്ന് പറയും. അതായത് ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കേണ്ടതാണ് എപ്പോഴും, നോർമൽ ലെവലിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ ഹൈപ്പോ എന്ന് പറയും, നോർമൽ ലെവലിനേക്കാളും കൂടുതലാണെങ്കിൽ ഹൈപ്പർ എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് തന്നെ ഹൈപ്പർ ഇൻസുലിനീമിയയും പ്രസന്റ് ആണ്. അതായത് ഇൻസുലിൻ നോർമൽ ലെവലിനേക്കാളും കൂടുതലായിട്ടാണെങ്കിൽ ഇൻസുലിനോമ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസോർഡർ വരാനും ചാൻസ് ഉണ്ട്. പിന്നീട് നമുക്ക് പറയാനുള്ളതാണ് TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനകത്താണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അത് കിട്ടും. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. അതായത് തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. തൈറോയിഡ് ഗ്ലാൻഡ് അറിയാലോ, തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോയ്ഡ് ഹോർമോൺസിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് തൈറോയ്ഡ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്നത്. അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസിന്റെ എമൗണ്ടും കൂടുതലായിരിക്കും. ഓക്കെ. അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു TSHന്റെ എമൗണ്ട് കുറവാണെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ എമൗണ്ടും കുറവായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ തൈറോയ്ഡ് ഇപ്പം TSH വന്ന് തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരുപാട് തൈറോയ്ഡ് ഹോർമോൺ ആയി കഴിഞ്ഞാൽ അതും ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിനെ പോയിട്ട് ഈ പറഞ്ഞിട്ടുള്ള TSHനെ ഇൻഹിബിറ്റ് ചെയ്യും. TSHനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെ ഒരു സൈക്കിൾ പോലെ, അല്ലെങ്കിൽ ഇവരിങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ മെക്കാനിസം ഒക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. ബേസിക്കലി ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെ ബേസിക്കലി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും. സോ അപ്പം അതാണ് ഈ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ക്ലിനിക്കൽ യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ തൈറോയിഡിന്റെ ഫംഗ്ഷൻ, തൈറോയിഡ് പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെയാണ്. അതായത് ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ ഈ ഒരു തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുതലായിരിക്കും. അതായത് നമ്മൾ തൈറോയ്ഡ് വർക്ക് ചെയ്യുന്നില്ല, തൈറോയ്ഡ് ആവശ്യത്തിന് ഹോർമോൺസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഒരുപാട് പ്രസന്റ് ആയിരിക്കും. അപ്പം തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് TSH ഉണ്ടാവും, പക്ഷെ തൈറോയ്ഡ് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് പറയാം ഹൈപ്പോ തൈറോയിഡിസം ആണ് കേസ് എന്ന് പറയാം. തൈറോയ്ഡ് ഹോർമോൺസ് ആവശ്യത്തിന് ഇല്ലാതിരിക്കുന്ന ഒരു കേസാണ് ഹൈപ്പോ തൈറോയിഡിസം. പിന്നെ TSHന്റെ എമൗണ്ട് ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷൻ ആണെങ്കിൽ TSHന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തൈറോയ്ഡ് ഹോർമോൺ നോക്കിയാൽ മതി, അല്ലെങ്കിൽ TSHന്റെ എമൗണ്ട് നോക്കിയാൽ മതി. TSH വളരെ കുറവാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിന് ചാൻസ് ഉണ്ട്. കാരണം തൈറോയ്ഡ് ഹോർമോൺ ആവശ്യത്തിലധികം പ്രസന്റ് ആവുക, അല്ലെങ്കിൽ ആവശ്യത്തിലധികം തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടെങ്കിൽ T3 ആൻഡ് T4 എന്നാണ് തൈറോയ്ഡ് ഹോർമോൺസിനെ പറയുന്നത്. അപ്പോൾ T3 ആൻഡ് T4ന്റെ എമൗണ്ട് നോർമൽ ലെവലിനേക്കാളും കൂടുതലാണെങ്കിലായിരിക്കും TSHന്റെ എമൗണ്ട് വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്കിപ്പോ പറഞ്ഞു TSHനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി TSH സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോയ്ഡ് ഹോർമോൺസ് T3 ആൻഡ് T4നെ കുറിച്ചിട്ടാണ് ഇനി പറയാനുള്ളത്. തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മെയിൻ ഫംഗ്ഷൻ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തൈറോയ്ഡ് ഹോർമോൺസിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ഒരുപാട് നമുക്ക് മെറ്റബോളിസം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളെ ഈ ഒരു തൈറോയ്ഡ് ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു തൈറോയ്ഡ് ഹോർമോൺസ് നോർമലിനേക്കാളും കൂടുതലാവുന്നത്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നോർമലിനേക്കാളും കുറവാകുന്നത്. അത് ഇതേപോലെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ TSHന്റെ കേസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. ഹൈപ്പർ തൈറോയിഡിസ് ആണെങ്കിൽ TSHന്റെ എമൗണ്ട് കുറവായിരിക്കും. ഹൈപ്പോ തൈറോയിഡിസ് ആണെങ്കിൽ TSHന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ഓക്കെ. പിന്നെ കോർട്ടിസോൾ ആണ്. കോർട്ടിസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രീനൽ കോർട്ടെക്സ് ആണ് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അഡ്രീനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാന്നുള്ളത്, അതേപോലെ ഇമ്മ്യൂൺ റെസ്പോൺസ്, സ്ട്രെസ് റെസ്പോൺസ് ഒക്കെയാണ് ഈ ഒരു ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഡ്രീനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അഡ്രീനൽ ഡിസോർഡേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. കഷിങ്സ് സിൻഡ്രോം, അതേപോലെ അഡിസൺസ് ഡിസീസ്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള അഡ്രിനൽ കോർട്ടെക്സിന് വരുന്ന ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഇപ്പം ഹോർമോൺ പ്രൊഡക്ഷനെ തന്നെ എഫക്ട് ചെയ്യുന്ന ഡിസോർഡേഴ്സ് ആണ്. അതായത് കഷിങ്സ് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിസോളിന്റെ എക്സസ് പ്രൊഡക്ഷൻ കാരണമാണ് അത് വരുന്നത്. അഡിസൺസ് ഡിസീസ് ഇതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് കാരണമായിട്ട്, ഇപ്പം അൽഡോസ്റ്റിറോൺ പോലത്തെ ഹോർമോൺസിന്റെ ഒക്കെ ഇംബാലൻസ് കാരണമായിട്ട് വരുന്ന ഡിസീസാണ്. പിന്നീട് വരുന്നതാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ. പാരാതൈറോയ്ഡ് ഹോർമോൺ പാരാതൈറോയ്ഡ് ഗ്ലാൻസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരാണ് ഈ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാൽഷ്യം ലെവൽ, നമ്മുടെ ബോഡിക്കകത്തുള്ള കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു നോർമൽ ലെവലിൽ കാൽഷ്യത്തിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ. ഇവര് കാൽഷ്യം ലെവൽ കൂടുതലാണെങ്കിൽ കാൽഷ്യത്തിന്റെ റീഅബ്സോർപ്ഷൻ ഡിക്രീസ് ചെയ്തിട്ട് കാൽഷ്യത്തിനെ റിമൂവ് ചെയ്യും, നമ്മുടെ ബോഡിക്കകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അത് അല്ലെങ്കിൽ കാൽഷ്യം ലെവൽ ബ്ലഡിനകത്ത് കുറവാണെങ്കിൽ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോൺസിനകത്തുള്ള ബോൺസിനെ ഡിസൊല്യൂട്ട് ചെയ്തിട്ട് ബ്ലഡിനകത്ത് കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. ബോൺസ് എന്നുള്ള കാൽഷ്യത്തിനെ എടുത്തിട്ട് ബ്ലഡിലേക്ക് വെച്ചിട്ട് ആ ഒരു ബ്ലഡിലെ കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പാരാതൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഗ്ലാൻസ് ആയതുകൊണ്ട് തന്നെ ആ ഗ്ലാൻസിന് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരെ യൂസ് ചെയ്യുന്നതാണ്. അതായത് ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൂടുതലായിരിക്കും. ഹൈപ്പോ പാരാതൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലിനേക്കാളും കുറവായിട്ടായിരിക്കും ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെയുള്ളതാണ് അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ACTH പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോർട്ടിസോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കോർട്ടിസോളിന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ACTHന്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇത് നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് പിറ്റ്യൂട്ടറി അതുപോലെ അഡ്രീനൽ ഡിസോർഡേഴ്സ് രണ്ടും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോർമോൺ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ കുഷിങ്സ് ഡിസീസിൽ ഇത് വളരെ എലവേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവും. അതായത് കോർട്ടിസോൾ എലവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ACTH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിസോളിനെ ഇൻക്രീസ് ചെയ്യും. കോർട്ടിസോൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു കുഷിങ്സ് ഡിസീസ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് കുഷിങ്സ് ഡിസീസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ACTHന്റെ ലെവൽ മെഷർ ചെയ്താലും മതി. ഓക്കെ, കോർട്ടിസോൾ ഒന്നല്ലെങ്കിൽ കോർട്ടിസോൾ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ACTH മെഷർ ചെയ്യാം. രണ്ടും വളരെ കൂടുതലാണെങ്കിലായിരിക്കും ഈ ഡിസീസ് ഉണ്ടാവുന്നത്. പിന്നെ അഡ്രീനൽ ഇൻസഫിഷ്യൻസി ഒക്കെ ആണെങ്കിൽ, അതായത് അഡ്രീനൽ ഗ്ലാൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ACTHന്റെ എമൗണ്ട് കുറവായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ആണുള്ളത്. ഓവറീസിലാണ്, അതായത് മെയിൻ ആയിട്ട് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്, മെയിൻ ആയിട്ടുള്ള ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് ഓവറീസ്. അതേപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ പ്ലാസന്റെ അകത്തും ഈ ഒരു ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് നമുക്കറിയാം. റിപ്രൊഡക്റ്റീവ് സൈക്കിൾ ആൻഡ് പ്രഗ്നൻസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഫീമെയിൽ ഹോർമോൺസ് ആണല്ലോ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. അപ്പം ആ ഒരു റിപ്രൊഡക്റ്റീവ് സൈക്കിളും അതുപോലെ തന്നെ പ്രഗ്നൻസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവരെ ഫംഗ്ഷൻ. പിന്നെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് നോക്കാൻ വേണ്ടിയിട്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ എല്ലാം റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹോർമോൺസിനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, പിന്നെ മെനോപോസിന്റെ ടൈമിൽ ഉള്ള എന്തെങ്കിലും ഡിസീസസ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹോർമോൺസിന്റെ ഒക്കെ ലെവൽ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മാർക്കേഴ്സ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിസോർഡേഴ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.